നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളിവിടെ പറയാൻ പോകുന്നത് നമുക്ക് കൊല്ലവർഷം, അതായത് മലയാള വർഷം നമുക്ക് കൊല്ലവർഷം 1200 അവസാനിക്കുകയാണ്. കൊല്ലവർഷം 1201 ആരംഭിക്കുകയാണ്. അതായത് 2025 ആഗസ്റ്റ് 17 ഞായറാഴ്ച വെളുപ്പിനെ 1:52 AM ചിങ്ങ രവി സംക്രമം. നമുക്ക് 12 കൂറ് ബേസ്ഡ് ആയിട്ട് 12 കൂറുകാർക്കും 12 കൂറിൽപ്പെട്ട 27 നക്ഷത്രക്കാർക്ക് നമുക്ക് ഈ ഒരു വർഷം, പുതുവർഷം, മലയാള പുതുവർഷം എങ്ങനെ നമുക്ക് ആയിരിക്കും. നമുക്ക് കഴിഞ്ഞ വർഷം ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. നമുക്ക് കഴിഞ്ഞ വർഷം ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ വർഷം നേടിയെടുക്കാൻ പറ്റും, എന്തൊക്കെ ആഗ്രഹങ്ങൾ സാധിക്കും, എന്തൊക്കെ നമുക്ക് ഉയർച്ചകൾ ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് നമ്മൾ നോക്കുന്നത്. നമുക്ക് പൊതുവെ ഗോചരാൽ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ഈ ഫലങ്ങളെ പറയുന്നത്. ഇത് 100% വ്യക്തത ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു ജ്യോതിഷനെ ജാതകവുമായിട്ട് സമീപിക്കേണ്ടതാണ്. നമ്മുടെ ആ ഒരു ഫലത്തിലേക്ക് കടക്കാം. അതായത് മേടക്കൂറ്, അശ്വതി ഭരണി കാർത്തികകാലം, അതായത് കാർത്തിക 1-ാം ഭാഗത്തിൽപ്പെട്ട മേടക്കൂറുകാർക്ക് നമുക്ക് ഈ ഒരു വർഷക്കാലം, അതായത് കൊല്ലവർഷം 1201, അതായത് 17/8/2025 ആരംഭിച്ച് 16/8/2026 വരെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വ്യാഴം 3-ലും 4-ം ഭാവത്തിലായിട്ട് നിൽക്കുന്ന അവസ്ഥ നമുക്ക് പറയാം. ശനി 12-ാം ഭാവത്തിലും രാഹു 11-ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലം. അതിനാൽ കുറച്ച് ജോലിയിലൊക്കെ ഇരിക്കുന്നവർക്ക് സ്ഥാനഭ്രംശം മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ടാവാതെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. വാക്കുകൊണ്ട് ശത്രുക്കളെ സമ്പാദിക്കാനുള്ള അവസ്ഥ പറയുന്നുണ്ട്. കാര്യതടസ്സങ്ങൾക്ക് ഒരു നീക്കുപോക്ക് ഉണ്ടാവുന്നതായിരിക്കും. ബന്ധുക്കൾ മൂലം ചെറിയ രീതിയിലുള്ള ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും നമുക്ക് കുറച്ച് അലച്ചിലും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകുമെങ്കിലും പ്രായണ നമുക്ക് വർഷാവസാനം നമുക്ക് ദ്രവ്യലാഭം, ആരോഗ്യം, ഭൂലാഭം മുതലായ ഉണ്ടാവാനുള്ള സാധ്യതയാണ് പൊതുവെ പറയുന്നത്. ചിങ്ങമാസത്തിൽ ഇവർക്ക് ദേഷ്യം കുറച്ച് കൂടി വരുന്ന അവസ്ഥ, രോഗവർദ്ധനവ് ചെറിയ രീതിയിലുണ്ടാകുന്ന അവസ്ഥ, ശത്രുക്കളുമായിട്ട് ആ ഒരു പിണക്കത്തിൽ ഒരു നിവൃത്തി ഉണ്ടാകാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. രോഗശമനം മാസാവസാനം സംഭവിക്കാനുള്ള അവസ്ഥ പറയുന്നുണ്ട്. കാര്യവിജയം, ധനാഗമനവും ഒക്കെ പിന്നീട് ഉണ്ടാവുന്നതായിരിക്കും. നമുക്ക് കന്നിമാസം വരുമ്പോഴത്തേക്കും ഊർജ്ജസ്വലത, രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുന്ന അവസ്ഥ, കഠിനാധ്വാനത്തിന് അനുസരിച്ച് നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ നേടിയെടുക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ പൊതുകാര്യങ്ങൾ താല്പര്യം വർദ്ധിപ്പിക്കുക, വീട്ടിൽ മുടി പിടിപ്പിക്കുക, ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. തുലാമാസത്തിൽ ചെറിയൊരു ഉദരവ്യാധിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ യാത്രകൾ കഴിവതും ആവശ്യമുള്ള യാത്രകൾ, ആവശ്യ സഞ്ചാരങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കലഹങ്ങൾ ഒക്കെ രമ്യതയിലാവാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. ശത്രുക്കൾക്ക് നാശം, രോഗങ്ങൾക്ക് നാശമൊക്കെ ഉണ്ടാകാനുള്ള അവസ്ഥ മാസാവസാനം കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നും ഭയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സർക്കാർ എന്തെങ്കിലും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ കിട്ടാനുള്ള നമുക്ക് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല എന്നൊക്കെ ഒരു ഭയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വൃശ്ചിക മാസത്തിലെ ദ്രവ്യലാഭം, അതുപോലെ കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ അവതരിപ്പിച്ച് എല്ലാവരുടെയും പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ, എല്ലാവരുടെയും ബഹുമാനം ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ നമുക്ക് പറയാനുണ്ട്. അതിൽ നമുക്ക് വൃശ്ചിക മാസം വരുമ്പോഴത്തേക്കും കുറച്ച് യാത്രകൾ കൂടുതലായിട്ട് ചെയ്യേണ്ട വരുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ധനുമാസത്തിൽ ധനലാഭം, സുഖശയനം, അതുപോലെ പങ്കാളി ലാഭം, പങ്കാളിക്ക് പലവിധ ലാഭങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ നമുക്ക് പറയാം. നമുക്ക് ധനുമാസം വരുമ്പോഴത്തേക്കും നമുക്ക് വിശാല മനസ്കത കുറച്ച് കൂടുതലായിട്ട് പ്രകടിപ്പിക്കേണ്ട അവസ്ഥയൊക്കെ പറയുന്നുണ്ട്. നമുക്ക് മകരത്തിൽ ഉത്തരവാദിത്വം കുറച്ച് കൂടാനുള്ള അവസ്ഥ, കുടുംബത്തിൽ എന്തെങ്കിലും മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള അവസ്ഥ, വിദേശത്തുള്ള ഒരു നാട്ടിൽ നിന്ന് വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കുംഭമാസത്തിൽ കുറച്ച് വിശ്വസ്തരായിട്ടുള്ള സ്നേഹിതമായി കിട്ടാനുള്ള അവസ്ഥ, യാത്രകൾ സഫലമാവുന്ന അവസ്ഥ, മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് കൂടുതലായിട്ട് ഇടപെടുക, അതിൽ കുറച്ച് പഠിക്കാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. മീനമാസത്തിൽ ശത്രുക്കളുമായി വിജയം കൈവരിക്കാനാവുന്നതായിരിക്കും. പിന്നെ നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്, ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ നമുക്ക് ഒരു മേടമാസത്തോടെ ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചതിവൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത, അതുപോലെ കൂടെ നിൽക്കുന്നവരുടെ ഭാഗത്തു നിന്നും കുറച്ച് പഴിയേക്കാനുള്ള സാധ്യതയൊക്കെ കന്നിമാസത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഇടവമാസത്തിൽ തീക്ഷ്ണമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ വിധേയരാകേണ്ട അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. നേത്ര രോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത മിഥുനമാസത്തിൽ ഇവർക്ക് കാണുന്നുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുക. സർക്കാർ കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കാനുള്ള അവസ്ഥയും പറയപ്പെടുന്നുണ്ട്. കലഹത കുറച്ച് കുറയ്ക്കേണ്ട അവസ്ഥ, ബന്ധുക്കളോട് കുറച്ച് രമ്യതയെ പെരുമാറേണ്ട അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. കർക്കിടക മാസത്തിൽ ജോലിയിൽ നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാനാവുന്നതായിരിക്കും. നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്ന് ചേരാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഊഹക്കച്ചവടത്തിൽ നിന്നും ലാഭങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി
വേണ്ടിയിട്ടൊക്കെ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള അവസ്ഥകളൊക്കെ കാണുന്നുണ്ട്. വിദേശത്ത് ജോലി നിൽക്കുന്നവർക്ക് വർഷാവസാനം ഒന്ന് ജോലി മാറിക്കയറാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറ് കാർത്തിക 2, 3, 4 പാദം, രോഹിണി, മകയിരം 1, 2 പാദം, അതായത് മകയിരത്തര. ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴം 2, 3 ഭാവങ്ങളിലായിട്ട് വരുന്ന അവസ്ഥ ഈ ഒരു വർഷം പറയാനുണ്ട്. ശനി 11 ഭാവത്തിലും രാഹു 10 ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമായതിനാൽ സ്വത്ത് സമ്പാദനത്തിനായിട്ട് കുറച്ച് അനുകൂലമായ സമയമായിട്ട് പറയാം. യാത്രകൾ മുഖേന പണമിടപാടുകളൊക്കെ നടക്കാൻ, പണത്തിൽ ലാഭം ഉണ്ടാവാൻ, നമുക്ക് എന്തെങ്കിലുമൊക്കെ സേവിങ്സ് തുടങ്ങാനൊക്കെ സാധ്യത പറയപ്പെടുന്നുണ്ട്. പൈതൃക സ്വത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാലമായിട്ട് കേസിൽ കിടന്നതൊക്കെ അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തെങ്കിലും ആഭരണങ്ങളോ വസ്തുക്കളോ ഒക്കെ വിറ്റ് കടത്തിൽ നിന്നൊക്കെ തലയൂരാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. അപകടങ്ങൾ ചെറിയതിൽ ഉണ്ടാവാനുള്ള സാധ്യത വർഷം പകുതിക്ക് കാണുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളിലും ബന്ധുക്കളിലും സഹായങ്ങളൊക്കെ കൃത്യസമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഇവർക്ക് ചിങ്ങമാസത്തിൽ ജോലിയിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നതായിരിക്കും. അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരാം. എല്ലാ മാറ്റങ്ങളും ഉൾക്കൊള്ളാൻ ഇവരുടെ മനസ്സ് എപ്പോഴും ഒരു സന്നദ്ധമായിട്ടിരിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. സഞ്ചാരപ്രിയത, ജനസമ്മതി, അതുപോലെ ആസൂത്രണ മികവ് എന്നിവ പ്രകടിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. മുഖക്കച്ചവടത്തിൽ എടുത്തിയാട്ടങ്ങൾ, പ്രത്യേകിച്ച് ആലോചിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നഷ്ടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർക്ക് കന്നിമാസം വരുമ്പോഴത്തേക്കും ഈ അനുരാഗങ്ങളൊക്കെ വിവാഹത്തെ കലാശിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ സാധിക്കുന്നതായിരിക്കും. തുലാമാസത്തിൽ മനക്ഷോഭകരമായിട്ടുള്ള അന്തരീക്ഷങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ പരമാവധി നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. കീഴ്ജോലിക്കാരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കഴിവതും സൗമ്യത മുന്നോട്ട് കൊണ്ടുപോവുക. പൊതുകാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ഗാർഹിക കാര്യങ്ങൾ ചെലവ് കൂടുന്നു, അല്ലെങ്കിൽ മനസ്സമാധാനക്കുറവ്, ഇങ്ങനെയൊക്കെ ടെൻഷനുകൾ കുറച്ച് കൂടുതലായിട്ട് വന്നു വരാം. പ്രണയകാര്യങ്ങളിൽ വിജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വൃശ്ചികമാസത്തിൽ നമുക്ക് ഭക്ഷണത്തിലെ ശ്രദ്ധക്കുറവ് മൂലം എന്തെങ്കിലും അനാരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ആഡംബര പ്രിയത്വം കുറച്ച് കുറയ്ക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഊഹക്കച്ചവടത്തിൽ നിന്നും കുറച്ച് ലാഭങ്ങൾ ഈ ഒരു മാസം ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. നമുക്ക് ധനുമാസത്തിലെ മേലധികാരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ബംഗാളിൽ നിന്നും ഒക്കെ നേട്ടം ഉണ്ടാവാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. നമുക്ക് തൃണവൽക്കരിക്കുന്ന പല അസുഖങ്ങളും വലിയ രീതി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ വിദേശ നിർമ്മിത വസ്തുക്കൾ എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യത ധനുമാസത്തെ നമുക്ക് കാണുന്നുണ്ട്. മകരമാസത്തിൽ മൃഷ്ടാന്ന ഭോജനം നമുക്ക് ലഭിക്കുക, സമ്മാനങ്ങൾ, വിദേശ നിർമ്മിത വസ്തുക്കൾ നമുക്ക് ലഭിക്കുക, ദ്രവ്യലാഭം, സുഖശയനം എന്നിവ ഗുണകരമായിട്ട് പറയാം. ശ്രമിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റമോ സ്ഥാനക്കയറ്റമോ കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കുംഭമാസത്തിൽ അഗ്നിഭയം, ശത്രുഭയം, കാര്യവിഘ്നം എന്നിവയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ധനലാഭം പ്രായണം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഉത്തരവാദിത്വം ഉള്ള ജോലിയെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രൈവറ്റ് മേഖലയൊക്കെ നിൽക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ സർക്കാർ ജോലി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. മക്കൾക്ക് വേണ്ടി കുറച്ച് സമയം സമ്പത്തിയൊക്കെ ചെലവഴിക്കേണ്ട അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. നമുക്ക് ആദരണീയ ആയിട്ടുള്ള വ്യക്തികളിൽ നിന്നും അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സഹപ്രവർത്തകരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒക്കെ കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. മീനമാസത്തിൽ ഉറച്ച വിശ്വസ്തരായ സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. ആഗ്രഹ സഫലീകരണത്തിനായിട്ട് കുറച്ച് സ്വന്തം പരിശ്രമിക്കേണ്ട ഒരു ആവശ്യകത പറയപ്പെടുന്നുണ്ട്. അതുപോലെ മതപരമായ കാര്യങ്ങളിൽ കുറച്ച് കൂടുതലായിട്ട് സമയം ചെലവഴിക്കുകയും ധനം ചെലവഴിക്കാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. പരദൂഷണം, അപകീർത്തി ഇവയൊക്കെ പെടുത്താനുള്ള സാധ്യത ശത്രുക്കൾ മേലുണ്ടാവും. അതൊക്കെ ഒരു തട്ടിത്തെറിച്ച് പോകുന്നതാണ്. അതൊന്നും വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. അതുപോലെ രഹസ്യമായിട്ടുള്ള പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നല്ലവണ്ണമുള്ള സംസാരത്തിലൂടെ ധനലാഭം ഉണ്ടാവാൻ സാധ്യതയൊക്കെ ഇവർക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാവും. ആ സുഹൃത്തുക്കളിൽ നിന്നും ചെറിയ രീതിയിലുള്ള കളവ്, ചതിവ്, വഞ്ചന മുതലായവയൊക്കെ മേടമാസത്തിലൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഇടവമാസത്തിലാണെങ്കിൽ അനുകൂലമായിട്ടുള്ള സർക്കാർ തീരുമാനങ്ങളൊക്കെ വന്നു ചേരാം. കിട്ടാക്കടങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. അതുപോലെ നമുക്ക് മിഥുനമാസം വരുമ്പോഴത്തേക്കും സാഹിത്യകാരന്മാർക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത, അതുപോലെ നമുക്ക് ഈ എന്തെങ്കിലുമൊക്കെ സ്കോളർഷിപ്പ് മുതലായവ കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. ഏജൻസി മുഖേന ഏജൻസി ഇടപാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അനുകൂലമായ ഒരു മാസമായിട്ട് മിഥുനമാസം പറയാം. കർക്കിടക മാസം വരുമ്പോഴത്തേക്കും ജീവിതത്തിൽ പ്രധാന കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ ചെറിയ ഒരു ആശയക്കുഴപ്പമൊക്കെ ഇവർക്ക് ഉണ്ടായി എന്ന് വരും. വിവാഹം കഴിയാത്തവർക്ക് വിവാഹത്തിന് തീരുമാനമൊക്കെ ഉണ്ടാവാനുള്ള അവസ്ഥയൊക്കെ കർക്കിടക മാസത്തിൽ കാണുന്നുണ്ട്. അതിൽ കലഹപ്രവണതകൾ
പരമാവധി ഒഴിവാക്കേണ്ട ആവശ്യകത പറയപ്പെടുന്നുണ്ട്. അടുത്ത ബന്ധുക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്താനാവുന്നതായിരിക്കും. ശത്രുക്കളുമേ വിജയം കൈവരിക്കാൻ സാധിക്കും. ഗൃഹം മൂടി പിടിപ്പിക്കാൻ വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങിക്കാൻ അവർക്ക് സാധിക്കുന്നതായിരിക്കും. അടുത്ത മിഥുനക്കൂറാണ്. മകയിരം 3, 4 പാദം, തിരുവാതിര, പുണർദം 1, 2, 3 പാദം, അതിൽ പുണർദം 3/4 നമുക്ക് പറയാം. അവർക്ക് വ്യാഴം 1, 2 ഭാവങ്ങളിൽ ഈ ഒരു വർഷം വരുന്നുണ്ട്. ശനി 10ാം ഭാവത്തിലും രാഹു 9ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമായതിനാൽ സ്ഥാനചലനം, അതുപോലെ വ്യയാധിക്യം, അതായത് നഷ്ടങ്ങൾ കുറച്ച് കൂടാനുള്ള അവസ്ഥകൾ കാണുന്നുണ്ട്. ധനസമ്പാദനത്തിന് അവസരം വന്നു ചേരുമെങ്കിലും നമുക്ക് അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ശത്രുഹാനി, ദാനാദികൾ അഭിരുചി വർദ്ധിക്കാനുള്ള സാധ്യത, കുറച്ച് ദാനം ചെയ്യാനുള്ള മനസ്സൊക്കെ ഇവർക്ക് ഉണ്ടായെന്ന് വരും. മാനസിക വ്യഥകൾ കുറച്ച് അലട്ടാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. ലക്ഷ്യബോധമില്ലാതെ യാത്രകൾ ചെയ്യേണ്ട ഒരാവശ്യകത നമുക്ക് ഉണ്ടാകുന്നതായിട്ട് പറയുന്നുണ്ട്. ഇവർക്ക് ചിങ്ങത്തിൽ സ്ഥാനലാഭം ഉണ്ടാവാനും ശത്രുനാശം ഉണ്ടാവാനും ധനപുഷ്ടി ഉണ്ടാവാനൊക്കെയുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. സർവൈശ്വര്യങ്ങൾ ഉണ്ടാവാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ദുർജനങ്ങളുള്ള ചർച്ച അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പുറത്തു പോയി ചർച്ച ചെയ്യുന്നതൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഉദര രോഗം, ജ്വരം, രക്തസ്രാവം മുതലായ വിഷയങ്ങൾ ചെറിയ രീതിയിൽ പ്രായമായവർക്കുണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് കന്നിമാസത്തിൽ ഇവർക്ക് സ്ത്രീസുഖം, വിഘ്നങ്ങൾ മാറി മുന്നോട്ട് പോകുന്ന അവസ്ഥ, രോഗദുരിതങ്ങളിൽ നിന്നും രക്ഷ നേടുന്ന അവസ്ഥ, അതുപോലെ ഭയം ഒഴിവാകേണ്ട അവസ്ഥ ഒക്കെ പറയപ്പെടുന്നുണ്ട്. തുലാമാസം വരുമ്പോഴത്തേക്കും ശത്രുക്കളോട് കുറച്ച് ഒരു രമ്യതയെ പോകാനായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യം പറയുന്നുണ്ട്. കുടുംബാന്തരീക്ഷം നമുക്ക് നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടുപോകാൻ ഒരു അശ്രാന്തം പരിശ്രമിക്കേണ്ട ആവശ്യം പറയുന്നുണ്ട്. തുലാമാസത്തിൽ ശത്രുക്കളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടും കുറച്ച് പീഡകളൊക്കെ ഉണ്ടാവാം. അതുപോലെ അനാവശ്യമായ യാത്രകൾ, അനാവശ്യ സംസാരങ്ങൾ, ഇവയൊക്കെ ദോഷങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം. നമുക്ക് അതുപോലെ വൃശ്ചിക മാസത്തില് രോഗശമനം, ശത്രുക്കളുമേൽ വിജയം, ജോലി പുരോഗതി, സാമ്പത്തിക നേട്ടം, ചെമ്പ്, സ്വർണം മുതലായ കാര്യങ്ങളുടെ ലാഭം, അതുപോലെ കലഹങ്ങളൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ധനുമാസത്തിൽ യാത്രാ ലാഭം ഇവർക്ക് പറയപ്പെടുന്നുണ്ട്. പങ്കാളിക്ക് ഉദരരോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. സൗഭാഗ്യം, ഉന്നത സ്ഥാനലാഭം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. ധനുമാസത്തിൽ യാത്രകൾ മുഖേന ചെറിയ നഷ്ടങ്ങൾ, പ്രത്യേകിച്ച് കണ്ണട, ആധാരങ്ങൾ, അങ്ങനെ വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പല വിധത്തിലുള്ള ദുഃഖങ്ങൾ യാത്രയിൽ സംഭവിക്കാം. കഴിവതും യാത്രകൾ ഒഴിവാക്കേണ്ടതാണ്. ഇവർക്ക് നേത്രരോഗം, ഉദരരോഗം എന്നിവയൊക്കെ കരുതിയിരിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട് മകരമാസത്തില്. കുംഭമാസം വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പുണ്യകാര്യങ്ങൾക്കായിട്ട് ധനം ചെലവഴിക്കേണ്ട അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. സന്താനങ്ങൾക്കായിട്ട് കുറച്ച് യാത്രകളൊക്കെ ചെയ്യേണ്ട ആവശ്യകതയൊക്കെ പറയപ്പെടുന്നുണ്ട്. മീനമാസത്തിൽ സകല കാര്യങ്ങൾ സാധ്യവും എല്ലായിടത്തും ബഹുമാനവും എല്ലായിടത്തും വിജയമൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. മേടമാസത്തില് നമുക്ക് ശത്രുക്കളെ ബന്ധിക്കുക, അതുപോലെ ശത്രുക്കൾ മുഖേന ചെറിയ ലാഭങ്ങളൊക്കെ ഉണ്ടാവുക, അന്നലാഭം, വസ്ത്രലാഭം ഇവയൊക്കെ എടുത്തു പറയപ്പെടുന്ന അവസ്ഥകൾ തന്നെയാണ്. രോഗശാന്തി, സത്പ്രവൃത്തിയിലൂടെ ഉന്നതി ഇവയൊക്കെ കാണുന്നുണ്ട്. ബന്ധുപ്രിയത്വം, ധനപുഷ്ടിയും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഗ്രാമാധികാരി അല്ലെ എന്തെങ്കിലും അധികാര സ്ഥാനങ്ങളൊക്കെ നിൽക്കുന്നവർ അതിൽ കുറച്ചുകൂടെ മെന്മയുള്ള അല്ലെ കുറച്ചുകൂടെ നല്ല ഒരു സ്ഥാനം കൈവരിക്കാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. സർക്കാർ ജോലിക്കാർക്കും ഈ ഒരു സമയം നല്ലതായിട്ട് പറയാം. നമുക്ക് ഇടവമാസത്തില് നമുക്ക് ഉയർച്ചകളൊക്കെ പറയാവുന്ന അവസ്ഥ തന്നെ പറയാം. മിഥുനമാസം വരുമ്പോഴത്തേക്കും നല്ലൊരു പ്രവൃത്തിക്ക്, അതായത് നല്ല എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ നമ്മൾ അതായത് അത് ഫലവെച്ചിക്കാതെ സൽക്കർമ്മങ്ങൾക്ക് നല്ല അംഗീകാരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കർക്കിടകമാസത്തില് ധനനാശം ചെറിയ രീതിയിൽ ഉണ്ടാവാമെങ്കിലും അനേകകാലമായിട്ട് രോഗങ്ങൾ പെട്ട് നിൽക്കുന്നവർക്ക് രോഗത്തിൽ ശമനം ഉണ്ടാകുന്നതായിരിക്കും. അന്യന്മാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ചെറിയ കളവ്, വഞ്ചന മുതലായ വിഷയങ്ങളുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുക. വിദേശത്ത് നിൽക്കുന്നവർ നാട്ടിൽ നിന്ന് വന്നിട്ട് പോകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. രക്തം, കോപം, ചൂട് കൊണ്ടുള്ള അസുഖങ്ങൾ ഇവയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ബന്ധുക്കളോട് ചെറിയ കലഹം ഉണ്ടാകും, അതൊക്കെ ശ്രദ്ധിക്കുക. ഭാര്യയ്ക്കും സ്വത്തിനും വസ്ത്രത്തിനും ധനത്തിനും ഒക്കെ ഉന്നതിയുള്ള ഒരു വർഷമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പൊതുവെ ഒരു സമ്മിശ്ര ഫലം, കൂടുതലും ഗുണഫലങ്ങളെ തന്നെയാണ് അവർക്ക് പറയാനുള്ളത്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂർ എന്ന് പറയുമ്പോഴത്തേക്കും പുണർദം, 4ാം പാദം, പൂയം, ആയില്യം. അപ്പൊ ഇങ്ങനെ കർക്കിടകക്കൂറിൽപ്പെട്ട നാളുകാർക്ക് വ്യാഴം 12ലും 1ലും ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ശനി 9ാം ഭാവത്തിലും രാഹു 8ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലം മുതൽ ഉദാര മനസ്കത കുറച്ച് ആവശ്യമുള്ള സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. സൗഭാഗ്യം, സാമൂഹിക കാര്യങ്ങളിലൊക്കെ നമുക്ക് പ്രതിബദ്ധത കൂടുന്ന അവസ്ഥ പറയാം. അതുപോലെ ചെറിയ വ്യയങ്ങൾ, നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ പറയാം. ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ അഭിരുചി വർദ്ധിക്കാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. വിമർശനാത്മകമായിട്ടുള്ള മനസ്സ് ഒന്ന് ഒഴിവാക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ദൂരയാത്രകൾ
വിദേശ യാത്രകളൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമായിട്ട് പറയാം. ബന്ധുക്കളുടെ വേർപാട് വരെ മാനസികമായിട്ട് അള്ളിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ പറയാം. പ്രവർത്തികൾക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരവസ്ഥ ഇവർക്ക് ഉണ്ടാവുന്നതായിരിക്കും. ചിങ്ങത്തിൽ ഇവർക്ക് ധനനാശം, നേത്രരോഗം ഇവയൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്നാൽ അന്യ ആൾക്കാർ അവരെ വിശ്വസിക്കുക അന്യനാട്ടിലുള്ള ആൾക്കാരിൽ നിന്ന് വഞ്ചനയൊക്കെ ഉണ്ടാകും. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. സ്വർണം മുതലായ ദ്രവ്യങ്ങൾ ലാഭം ഉണ്ടാകാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഇവര് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിലൊക്കെ പോകാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. ശത്രുനാശം എന്നിവ സംഭവിക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. ബന്ധുക്കളോട് കലഹിക്കുക, അതുപോലെ നമ്മൾ ചെയ്യാത്ത തെറ്റിനൊക്കെ പഴിയേക്കേണ്ടി വരുന്ന അവസ്ഥ ഇവയൊക്കെ പറയപ്പെടുന്നുണ്ട്. കന്നിമാസത്തിൽ സ്ഥാനലാഭം, ശത്രുനാശം ഇവയൊക്കെ പറയപ്പെടുന്നുണ്ട്. ധനപുഷ്ടിയും ആരോഗ്യകാര്യങ്ങൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ട അവസ്ഥയും പറയപ്പെടുന്നുണ്ട്. ദുർജനങ്ങളോട് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ ഒന്നിലധികം ഡോക്ടർമാരെ ഒരേ അസുഖത്തിന് കാണേണ്ടി വരുന്ന അവസ്ഥകൾ ഒക്കെ പറയപ്പെടുന്നുണ്ട്. രക്തസംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇവർക്ക് അസുഖം, വായു സംബന്ധമായ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. ശത്രുക്കളിന്മേൽ ഭയം ഉണ്ടാകാനുള്ള അവസ്ഥ, അതുപോലെ മേലധികാരിൽ നിന്നും ഭയം ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. ധനധാന്യ ലാഭം ഇവയൊക്കെ ഉണ്ടാവും. അതുപോലെ അനേകകാലമായിട്ട് നടക്കാതെ വിപണിയൊക്കെ നടക്കാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. നമ്മുടെ മുതിർന്ന ആൾക്കാരുടെ വാക്ക് കേൾക്കുന്നത് മൂലം വലിയ രീതിയിലുള്ള അപകടങ്ങളെയൊക്കെ ഒഴിവാകുന്ന അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. തുലാമാസത്തിൽ ഇവർക്ക് ചെറിയ രീതിയിൽ കാര്യവിഘ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും പൊതുവെ പുരോഗതി തന്നെയാണ് പറയുന്നത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കഴിവാതും കേൾക്കുന്നതും ഒഴിവാക്കുന്ന ഈ ഒരു മാസം നന്നായിരിക്കും. വൃശ്ചിക മാസം വരുമ്പോഴത്തേക്ക് നമുക്ക് ശത്രുക്കളോട് കുറച്ച് സൗമ്യതയായിട്ട് പെരുമാറേണ്ടി വരുന്ന അവസ്ഥ കാണുന്നുണ്ട്. മേലുദ്യോഗസ്ഥന്മേൽ അവനോട് പ്രീതി ഉണ്ടാവാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട്. അതുപോലെ രോഗപീഠയ്ക്ക് ശമനം ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഭാര്യയായിട്ട് പുത്രന്മാരോട്ടൊക്കെ ചെറിയ കലഹത ഉണ്ടാകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത നമുക്ക് ധനുമാസത്തിൽ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശത്രുക്കൾ മുഖേന ചെറിയ ലാഭങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. സ്ത്രീജനങ്ങളോട് ഒരു അകലം പാലിക്കേണ്ട അവസ്ഥയൊക്കെ ധനുമാസത്തിൽ കാണുന്നുണ്ട്. മകരമാസത്തിൽ യാത്രകൾ ധാരാളം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഉദരസംബന്ധമായ ചെറിയ രോഗങ്ങൾ, ശിരസ് സംബന്ധമായ ചെറിയ രോഗങ്ങളൊക്കെയുള്ള സാധ്യത നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ കുംഭമാസത്തിൽ സ്ത്രീകളിൽ നിന്നും അതുപോലെ പരദൂഷണക്കാരിൽ നിന്നും ഒരല്പം അകലം പാലിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ചെറിയതിൽ സ്ഥാനലാഭത്തിനുള്ള അവസ്ഥയും കാണുന്നുണ്ട്. സ്ത്രീകൾ നിമിത്തം എന്തെങ്കിലും ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള അവസ്ഥയുണ്ട്. അതുകൊണ്ടാണെന്ന് അകലം പാലിക്കാൻ പറഞ്ഞത്. കുംഭമാസത്തിൽ നമുക്ക് രാജാവിൽ നിന്നും എന്തെങ്കിലും അല്ലെങ്കിൽ മന്ത്രിമാരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പുരസ്കാരങ്ങളോ ബഹുമതികളോ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. മക്കൾക്ക് കുറച്ച് സമയം അനുകൂലമായിട്ട് പറയാവുന്നതാണ്. അതുപോലെ നമുക്ക് മീനമാസം വരുമ്പോഴത്തേക്കും ഇവർക്ക് ആപത്തുകൾ ഒഴിയുക, മഹാരോഗങ്ങളിൽ നിന്നും ഒഴിവ് ഉണ്ടാവുക, സത്പ്രവർത്തിക്ക് നല്ല ചെറിയ രീതിയിൽ ഭംഗം സംഭവിക്കുക, ഒടിവ്, ചതവ്, മുറിവ് മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. മേടമാസം വരുമ്പോഴത്തേക്കും ഒരു ചെറിയ ധനലാഭങ്ങളൊക്കെ ഉണ്ടാവാനുള്ള അവസ്ഥ, പലവിധ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുന്ന അവസ്ഥ, കാര്യപരാജയം ചെറിയ ഇതിലുണ്ടാവാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട്. മത്സരബുദ്ധി ഒഴിവാക്കേണ്ട ഒരവസ്ഥ പറയപ്പെടുന്നുണ്ട്. ചെയ്യാത്ത തെറ്റിനൊക്കെ പഴിയേക്കാം, എങ്കിലും നമുക്ക് പിന്നീട് നമ്മുടെ ആ ഒരു സത്യസന്ധത തെളിയുന്ന ഒരവസ്ഥയും പറയപ്പെടുന്നുണ്ട്. ഇടവമാസം നമുക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് യാത്രകൾ ധാരാളം ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വളർത്തു മൃഗങ്ങളെ വാങ്ങിക്കാനുള്ള അവസ്ഥ, വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ഇടവമാസം വരുമ്പോഴത്തേക്കും നമുക്ക് മത്സരബുദ്ധി കുറച്ച് കാര്യങ്ങൾ വേണ്ടതായിട്ട് പറയപ്പെടുന്നുണ്ട്. കീഴുദ്യോഗസ്ഥരുടെ ഭാഗത്ത് എന്തെങ്കിലും ചെറിയ പാരകളൊക്കെ ഉണ്ടാകും. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. മിഥുനമാസത്തിൽ സ്ഥാനലാഭം, ഐശ്വര്യം, സത്പ്രവൃത്തികൾക്ക് സത്പ്രവൃത്തിയിൽ ഗുണങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ ഒക്കെ നമുക്ക് പറയാം. അതുപോലെ കർക്കിടക മാസം വരുമ്പോഴത്തേക്കും നമുക്ക് വഴി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നം, വസ്തുസംബന്ധമായ കേസ് പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യത, അതുപോലെ ഗ്രാമാധികാരിൽ നിന്നും ധനലാഭം ഉണ്ടാവാനുള്ള അവസ്ഥ, അതുപോലെ സർക്കാരിൽ നിന്നും എന്തെങ്കിലും ധനലാഭം ഉണ്ടാകുന്ന അവസ്ഥകൾ, അതുപോലെ സുഖം എന്നിവ ഉണ്ടാകുന്നതാണ്. എന്തെങ്കിലും ബിസിനസ്സുകൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിലും ഈ ഒരു കർക്കിടകം കഴിഞ്ഞിട്ട് ഒരു നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധി, രാജ്യപ്രീതി, ആഗ്രഹ സാഫല്യം പൊതുവെ ഗുണഫലങ്ങളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അടുത്ത ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിന് മകം, പൂരം, ഉത്രം, ഒന്നാം പാദം ഇവർക്കെന്ന് വെച്ചാൽ വ്യാഴം 11-ലും 12-ലും വരുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ശനി അഷ്ടമത്തിലും രാഹു 7-ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമായതിനാൽ മാന്ത്രിക വിദ്യ അല്ലെങ്കിൽ ജ്വാലവിദ്യ എന്നിവയൊക്കെ പഠിക്കാനുള്ള സാധ്യത, അവയൊക്കെ പഠിക്കാം. പിന്നെ ഗൂഢശാസ്ത്രങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായ അവസ്ഥയായിട്ട് പറയാം. അതുപോലെ നമുക്ക് ശത്രുക്കളിൽ നിന്മേൽ നമുക്ക് പരോപകാരമായിട്ടുള്ള
ഒരു അവസ്ഥകളൊക്കെ നമുക്ക് ഉണ്ടാവാം. അതുപോലെ സുഹൃത്തുക്കൾ മുഖേന വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഒഴിവാകാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സാമൂഹിക സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്ന ഒരു വർഷമായിട്ട് നമുക്ക് പൊതുവെ പറയാവുന്നതാണ്. പൈതൃക സ്വത്ത് അല്ലെ പൂർവിക സ്വത്തുക്കൾ എന്തെങ്കിലും കിട്ടാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. വിവാഹത്തിലൂടെ നമുക്ക് ധനലാഭങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവാം. പങ്കാളിക്ക് ജോലി കിട്ടാൻ സാധിക്കുന്ന സമയമായിട്ട് പറയാവുന്നതാണ്. ചെറിയ രീതിയിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാവുമെങ്കിലും നമുക്ക് വർദ്ധിച്ചു വരുന്ന വലിയൊരു ചെലവ് അല്ലെ വലിയൊരു നഷ്ടങ്ങളിൽ നിന്ന് ഒരു തലയുയരുന്ന അവസ്ഥയൊക്കെ പറയപ്പെടാം. കുറച്ചു നാളായിട്ട് കേസ് വഴക്കായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും കേസിൽ നിന്ന് തലയുയരാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട്. ചിലവ് കുറച്ച് കൂടുതലായിട്ട് വരുന്ന വർഷമായിട്ട് നമുക്ക് പറയുന്നുണ്ട്. ഇവർക്ക് ചിങ്ങമാസത്തിൽ ചെറിയ രീതിയിൽ അസുഖങ്ങൾ ഉണ്ടാവാൻ, പുരോഗതിയിലെ വിഘ്നങ്ങളൊക്കെ ഉണ്ടാവാൻ, ഭരണാധികാരികളുമായിട്ട് കലഹത ഉണ്ടാവാൻ, കാര്യവിഘ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു ദേഷ്യം കുറച്ച് കുറയ്ക്കേണ്ട ഒരവസ്ഥ, എടുത്തയാട്ടം കുറച്ച് കുറയ്ക്കേണ്ട അവസ്ഥയൊക്കെ പറയുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ നല്ല ലാഭം ഉണ്ടാവേണ്ട വസ്തു കച്ചവടങ്ങളൊക്കെ നഷ്ടത്തിൽ പോകുന്ന അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. അതുപോലെ അപമാനം, രോഗം ഇവയൊക്കെ ഉണ്ടാകുന്ന ടെൻഷൻ ഇവരെ മനസ്സുമായിട്ട് അലട്ടിയെന്ന് വരാം. കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുന്ന അവസ്ഥ, ധനം വർദ്ധിക്കുന്ന അവസ്ഥയൊക്കെ ഇവർക്ക് മാസാന്ത്യം, അതായത് ചിങ്ങമാസാന്ത്യം കാണുന്നുണ്ട്. കന്നിമാസത്തിൽ ധനപരമായിട്ട് ചെലവുകൾ വർദ്ധിക്കാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട്. ശിരസിന് നേതൃത്വം രോഗത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. ചെറിയ രീതിയിൽ കാര്യ വിജയങ്ങളൊക്കെ ഉള്ള അവസ്ഥ കന്നിമാസത്തിൽ നമുക്ക് പറയാവുന്നതാണ്. സുഹൃത്തുക്കളെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ധനലാഭം, സ്വാദിഷ്ട ഭോജനം ഇവയൊക്കെ ഗുണകരമായിട്ട് പറയാവുന്നതാണ്. സുഖനിദ്ര ഇവയൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയായിട്ട് പറയാവുന്നതാണ്. തുലാമാസം വരുമ്പോഴത്തേക്കും ഇവർ കുടുംബത്തിൽ സന്തോഷം കളിയാടുന്ന അവസ്ഥ, അനേകകാലമായിട്ട് സന്താനങ്ങൾക്ക് ശ്രമിക്കുന്ന അവർക്ക് സന്താനം ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ നമുക്ക് പറയാവുന്നതാണ്. ആരോഗ്യം വീണ്ടെടുക്കുക, പരസ്പര ചർച്ചയിലൂടെ വലിയ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന അവസ്ഥ ഇവർക്ക് പറയാവുന്നതാണ്. ഇവർക്ക് തുലാമാസം വരുമ്പോഴത്തേക്കും നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്വത്തുക്കൾ വീണ്ടെടുക്കുന്ന അവസ്ഥ, അതുപോലെ അതിർത്തി പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കുന്ന അവസ്ഥ, നമുക്ക് അയൽക്കാരുമായിട്ടൊക്കെ സ്നേഹത്തിലാവുന്ന അവസ്ഥയൊക്കെ പറയാവുന്നതാണ്. വൃശ്ചികത്തിലെ കാര്യസാധനത്തിന് ചെറിയ ഒരു കാലതാമസം നേരിടുമെങ്കിലും നമുക്ക് അടുത്തൊരു മാസം അതിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. ശാരീരിക ക്ഷതം, വിജയം ഉണ്ടാവുമെങ്കിലും ലാഭം, സുഹൃത്തുക്കളുടെ സഹായം കൊണ്ട് വലിയ അപകടങ്ങളൊന്നും രക്ഷപ്പെടാനുള്ള അവസ്ഥയൊക്കെ ഒരു മാസം കാണുന്നുണ്ട്. ഇവർക്ക് ധനുമാസം വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിലുള്ള ധനാഗമനം സുഹൃത്തുക്കൾ മുഖേന ഉണ്ടാവുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ആരോഗ്യം അത്ര ഒരു തൃപ്തികരമായിട്ടുള്ള അവസ്ഥയായിട്ട് പറയാനില്ല. പ്രയോജനകരമായിട്ട് യാത്രകളൊക്കെ ചെയ്യുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. നമുക്ക് സുഹൃത്തുക്കളുമായിട്ട് അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ടൊക്കെ ചേർന്നുകൊണ്ട് പുണ്യ തീർത്ഥ സ്നാനങ്ങളൊക്കെ ചെയ്യാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. മകരത്തില് ധനാഗമനം, കാര്യവിജയം എന്നിവയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. ശത്രുവിന്മേൽ ചെറിയ രീതിയിൽ ഭയം ഉണ്ടാവാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട്. നമുക്ക് കുംഭമാസം വരുമ്പോഴത്തേക്കും കുടുംബിനികൾക്ക് ചെറിയ രോഗം ഉണ്ടാകുന്ന അവസ്ഥ, ശ്രമിച്ചു കഴിഞ്ഞാൽ പങ്കാളിക്ക് ജോലി കിട്ടുന്ന അവസ്ഥ ഇവർക്ക് പറയാവുന്നതാണ്. ബന്ധുമിത്രാദികളുടെ വിയോഗം ഇവർക്ക് മാനസികമായിട്ട് ഇവരെ തളർത്തിയെന്ന് വരാം. ക്ഷീണം, മടി, അലസത ഇവയൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ കാണുന്നുണ്ട്. അടുത്ത നമുക്ക് മീനമാസം വരുമ്പോഴത്തേക്കും മാനസിക പിരിമുറുക്കം കുറച്ച് കുറയാന്, അതുപോലെ ഉദരരോഗം, വാക്തർക്കം, അപകടം, ആശുപത്രിവാസം ഈ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. മേടമാസം വരുമ്പോഴത്തേക്കും പ്രായണ എല്ലാ കാര്യങ്ങളും ഒരു മാറ്റം ഉണ്ടാവുന്നതാണ്. ഭൂമി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും അനുകൂലമായ സമയമായിട്ട് പറയാം. സന്തോഷങ്ങൾ വർദ്ധിക്കാൻ ഉള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ നമുക്ക് യാത്രകളിൽ ഈ ഭക്ഷണം അല്ലെങ്കിൽ ജലജന്യ രോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള അവസ്ഥ, ഭക്ഷണം മാറി കഴിക്കുന്നതിൽ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാനുള്ള അവസ്ഥ മേടത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ വിജയത്തിലും ആഹ്ലാദം കൈവരിക്കാനായിട്ട് അവൻ്റെ പങ്കാളി കൂട്ടത്തിൽ നിൽക്കുന്നതായിരിക്കും. സാധുക്കൾക്ക് ദാനധർമ്മം നടത്താനുള്ള അവസ്ഥയൊക്കെ വന്നിരുന്നതായിരിക്കും. അതുപോലെ ഇടവമാസത്തിൽ പ്രതീക്ഷിക്കാത്ത ചെറിയ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടായിന്ന് വരാം. ആരോഗ്യകാര്യങ്ങൾ കുറച്ച് മോശമാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുപ്രവർത്തകർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കൂടെ നിൽക്കുന്നവരൊക്കെ കാല് വരാനുള്ള സാധ്യതയുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ കുടുംബത്തിലെ സൗഭാഗ്യം, ധനം ഇവയൊക്കെ ഉണ്ടാകുന്ന ഒരു മാസമായിട്ട് മിഥുനമാസം നമുക്ക് പറയാവുന്നതാണ്. കർക്കിടകത്തിൽ ധനാഗമനം, എല്ലാ കാര്യങ്ങളിലും വിജയം, മാനസിക ഉല്ലാസം ഉണ്ടാകുന്ന അവസ്ഥ, കുടുംബത്തിലെ സൗഭാഗ്യം, സ്വാദിഷ്ട ഭക്ഷണങ്ങൾ കഴിക്കുന്ന അവസ്ഥ, അതുപോലെ സുഖനിദ്ര ഉണ്ടാകുന്ന അവസ്ഥ, നമുക്ക് രക്ഷകർത്താക്കൾക്ക് വേണ്ടി എന്തെങ്കിലും സാമ്പത്തികം ചിലവഴിക്കേണ്ടി വരുന്ന അവസ്ഥ, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ നമുക്ക് നടക്കുന്ന അവസ്ഥ തന്നെ പറയാം. മാനസിക വൈക്ലഭ്യം ചെറിയ രീതിയിൽ മാസാന്ത്യത്തിൽ ഉണ്ടാവാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. അടുത്തത് കർക്കിടകക്കൂറാണ്. ഉത്രം 2, 3, 4 പാദം, അത്തം, ചിത്തിര 1-ാം പാദം, 2-ാം പാദം. ഇവർക്ക് വ്യാഴം 10-ലും 11-ലുമാണ് ഭാവങ്ങളിലുമാണ് സഞ്ചരിക്കുന്നത്. ശനി 7-ാം ഭാവത്തിൽ നിൽക്കുന്നു.
രാഹു 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലമായതിൽ ജീവിത വിജയം, ഉയർന്ന സ്ഥാനലബ്ധികളൊക്കെ ഉണ്ടാവുക, സാമൂഹ്യ അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്ന അവസ്ഥ, വ്യക്തി വൈഭവം കൊണ്ട് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന അവസ്ഥ, സാമ്പത്തിക നഷ്ടം കുറയ്ക്കാനുള്ള സാധ്യത, പ്രവർത്തന മണ്ഡലത്തിൽ വിജയം കൈവരിക്കാനുള്ള അവസ്ഥ, ശത്രുനാശങ്ങൾ മുതലായവ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവര് ചിങ്ങമാസത്തില് ശരീരത്തിനും കാര്യങ്ങൾക്കും ചെറിയതിൽ ശരീരത്തിനും പ്രവർത്തിക്കുന്ന മേഖലയിലും ചെറിയ രീതിയിൽ ഭംഗങ്ങളൊക്കെ ഉണ്ടാവാൻ, ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. നല്ല പ്രവൃത്തികൾക്കുള്ള ഫലം ഇവർക്ക് മാസാന്ത്യത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ നല്ല നമ്മൾ സംസാരത്തിലും പല വിധത്തിൽ രം വന്നു തീരാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. കന്നിമാസത്തിൽ ചെറിയ രോഗം, അതുപോലെ ഈ നമുക്ക് യാത്രകൾ കലഹത ഉണ്ടാവുന്ന അവസ്ഥയെ കാണുന്നുണ്ട്. അതുപോലെ കള്ളന്മാരിൽ നിന്നും എന്തെങ്കിലും ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവാൻ, അഗ്നിയിൽ നിന്നും എന്തെങ്കിലും ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. മനോവിഷമവും രോഗം കൊണ്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. സ്വന്തം ബന്ധുക്കളോട് കലഹം, അതുപോലെ പരദൂഷണക്കാരുള്ള ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും. ചെറിയ രീതിയിൽ ദ്രവ്യനഷ്ടമൊക്കെ ഉണ്ടാവുമെങ്കിലും കന്നിമാസം പൊതുവെ നല്ലതായിട്ടാണ് പറയുന്നത്. തുലാമാസത്തിൽ ധനനാശം, നേത്രരോഗം, അന്യന്മാരിൽ നിന്നും അന്യ ആൾക്കാരിൽ നിന്നും അല്പ ധനലാഭം ഇവയെ കാണുന്നുണ്ട്. ഓർക്കക്കുറവ്, അതുപോലെ വ്യായാമക്കുറവ് കൊണ്ട് ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ശ്രദ്ധിക്കുക. നമുക്ക് വൃശ്ചിക മാസത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ എന്തെങ്കിലും കിട്ടാൻ, സുഗന്ധദ്രവ്യങ്ങൾ എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ പുറം രാജ്യങ്ങളിൽ നിന്നുള്ള സാമഗ്രികളൊക്കെ എടുത്ത് കച്ചവടം ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമായിട്ട് പറയാം. ഏജൻസി ഇടപാടോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഈ ഒരു മാസം നല്ലതായിട്ട് പറയാവുന്നതാണ്. നമുക്ക് വൃശ്ചിക മാസം വരുമ്പോഴത്തേക്കും വൃശ്ചികത്തിൽ നമുക്ക് ഈ ക്ഷേത്ര ദർശനങ്ങൾ ധാരാളം ഉണ്ടാകുന്ന അവസ്ഥ പറയാം. ശത്രുക്കൾക്ക് നാശം, ധനപുഷ്ടി, ആരോഗ്യകാര്യങ്ങളിൽ ഒരു മുൻകൂട്ടി ചിന്തിക്കുന്നതിലൂടെ വലിയ അസുഖങ്ങൾ മാറിപ്പോകുന്ന അവസ്ഥയൊക്കെ പറയാം. സ്വർണം, വെള്ളി മുതലായ കാര്യങ്ങൾ കച്ചവടം ചെയ്യുന്നവർക്കും ലാഭം ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഇവർക്ക് ധനുമാസം വരുമ്പോഴത്തേക്കും നമുക്ക് ധാന്യലാഭം പറയപ്പെടുന്നൊരു ഗുണമാണ്. വസ്ത്രലാഭം പറയുന്നുണ്ട്. അതുപോലെ ശത്രുക്കൾക്ക് നാശം പറയപ്പെടുന്നുണ്ട്. മകരമാസം വരുമ്പോഴത്തേക്കും ശത്രുക്കളോടും രോഗങ്ങളോടും കുറച്ച് ഒരു നല്ല ഒരു മനസ്സ് കാണിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. അതായത് കൃത്യമായ രോഗങ്ങൾ, കൃത്യമായ ചികിത്സകൾ ആവശ്യമായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുപോലെ നമുക്ക് കുംഭമാസം വരുമ്പോഴത്തേക്കും രോഗശമനം, ശത്രുക്കൾക്ക് നാശം, ദുഃഖശാന്തി, അതുപോലെ പുതിയ ബിസിനസ്സുകൾ എന്തെങ്കിലുമൊക്കെ ആരംഭിക്കുക, ശത്രുക്കൾ മുഖേന എന്തെങ്കിലും വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകാനുള്ള അവസ്ഥകൾ കാണുന്നുണ്ട്. അതുപോലെ ചെറിയ രീതിയിലായാലും ആഭരണങ്ങളോ വസ്തുക്കളോ ഒക്കെ വിറ്റ് കടബാധ്യത തലയൂരാനുള്ള അവസ്ഥകൾ കാണുന്നുണ്ട്. വിദേശത്ത് നിൽക്കുന്നവർക്കാണെങ്കിൽ നാട്ടിലൊന്ന് വന്നിട്ട് പോകാനുള്ള അവസ്ഥ കുംഭമാസത്തിൽ കാണുന്നുണ്ട്. മീനമാസത്തിൽ യാത്രകൾ മുഖേന ലാഭങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഉദര സംബന്ധമായ ചെറിയ രോഗങ്ങൾ വന്നേരാനുള്ള അവസ്ഥ പറയാം. ശത്രുക്കളുടെ കളി കൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ കിട്ടേണ്ടത് തെറ്റിച്ചു പോകാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. കലഹം, ഭയം ഇവയൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. സ്വർണം, വെള്ളി, ചെമ്പ് മുതലായ ദ്രവ്യങ്ങൾ ലാഭം ഉണ്ടാകുന്ന അവസ്ഥ ഇവർക്ക് മേടമാസം പറയാവുന്നതാണ്. മേടത്തിൽ ഭാര്യയായിട്ട് അല്ലെങ്കിൽ ബന്ധുക്കളോട് ചെറിയ രീതിയിൽ കലഹതയൊക്കെ ഉണ്ടാവാം. ഇടവമാസത്തിൽ അതൊക്കെ വ്യത്യാസം വരുന്നതായിരിക്കും. സ്ത്രീകളുടെ വെറുപ്പ്, നമുക്ക് മേലധികാരികളുടെ ഭയം, രോഗത്തോടുള്ള ഭയം ഇവയൊക്കെ ഉണ്ടാവാനുള്ള ചെറിയൊരു സാധ്യത ഇടവത്തിൽ കാണുന്നുണ്ട്. മിഥുനമാസത്തിൽ വരുമ്പോഴത്തേക്കും സത്പ്രവർത്തിക്ക് ഭംഗം ഉണ്ടാവുക, ചെയ്യാത്ത തെറ്റിനൊക്കെ പഴി കേൾക്കുക, ഉറക്കം, ക്ഷീണം, മടി, അലസത, സന്താനങ്ങളുമായിട്ട് കലഹിക്കേണ്ടി വരുന്ന അവസ്ഥ ഇവയെ കാണുന്നുണ്ട്. കർക്കിടകമാസം വരുമ്പോഴത്തേക്കും രോഗശാന്തി, ധനലാഭം, അതുപോലെ ഐശ്വര്യങ്ങൾ, സത്പ്രവൃത്തികളിന്മേൽ വിജയം, അതുപോലെ സ്ത്രീസുഖം, ശത്രുനാശം, പലവിധ ദ്രവ്യലാഭങ്ങൾ, യാത്രാലാഭങ്ങൾ, വസ്ത്രാഭരണ പുഷ്ടി, ഒന്നിലധികം വീട് ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥകൾ ഇവയൊക്കെ പറയാവുന്നതാണ്. എങ്കിലും ചെറിയ രീതിയിൽ കാര്യപരാജയങ്ങളുണ്ടോ, അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർ ചെയ്യേണ്ട പരിഹാരങ്ങൾ അവസാനം പറയാം. തുലാക്കൂറ് ചിത്തിര 3, 4 പാദം, ചോതി, വിശാഖം 1, 2, 3 പാദം. ഇവർക്ക് വ്യാഴം 9ലും 10ലും ഈ വർഷം വരുന്നുണ്ട്. ശനി 6ാം ഭാവത്തിലും രാഹു 5ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമായതിൽ പൈതൃക സ്വത്തിൽ കുറച്ച് ആസക്തി ഉണ്ടാകാനുള്ള അവസ്ഥ, അതിൻ്റെ പുറത്ത് കേസ് വഴക്കിനൊക്കെ പോകാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. വിവാഹത്തിലൂടെയും ഇൻഷുറൻസിലൂടെയും സൗഭാഗ്യം ഉണ്ടാകാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. വാത, പിത്ത, കഫ സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. അതുപോലെ തെറ്റിദ്ധാരണകൾ കഴിവതും മാറ്റി മുന്നോട്ട് പോകേണ്ട അവസ്ഥ കാണുന്നുണ്ട്. ഇവർക്ക് കഫജന്യമായിട്ടുള്ള രോഗങ്ങൾ കുറച്ച് അലട്ടിയെന്ന് വരാം. ചിങ്ങമാസത്തിൽ ചെറിയ വരുമാനക്കുറവ് ഉണ്ടാവാം. പ്രവർത്തി മണ്ഡലത്തിൽ കുറച്ച് സാമ്പത്തിക നഷ്ടം വ്യാപിക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. പാരിതോഷികങ്ങളിലൂടെ ലാഭങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ കാണുന്നുണ്ട്. ആരോഗ്യം, സാധുക്കൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്ന അവസ്ഥ, ദാനധർമ്മങ്ങൾ ചെയ്യുന്ന അവസ്ഥ എന്നീ ഗുണഫലങ്ങൾ ഉണ്ടാവും. ചെറിയ നേത്ര രോഗങ്ങൾ, വാക്ക് തർക്കങ്ങൾ, കുറച്ച് വിഷയങ്ങൾ ഉണ്ടാകാനുള്ള അവസ്ഥ കാണുന്നുണ്ട്.
കന്നിമാസത്തിൽ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ സഫലമാവുന്ന അവസ്ഥ, ചെറിയ ചെറിയ മാനസിക വിഷമം, യാത്രാലാഭം, ശരീര രോഗങ്ങൾ ചെറിയ രീതിയിലുണ്ടാവാം. ക്രോധം കഴിവതും കുറയ്ക്കേണ്ട അവസ്ഥ കാണുന്നുണ്ട്. എടുത്തിയാട്ടം കുറച്ച് കുറയ്ക്കേണ്ട അവസ്ഥ കാണുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസം കൊണ്ട് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. സുഹൃത്തുക്കളുടെ വാക്ക് കേൾക്കുന്നതിലൂടെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഒഴിവാകാൻ സാധ്യത കാണുന്നുണ്ട്. കന്നിമാസം വരുമ്പോഴത്തേക്കും ധനത്തിന് വർധന ഉണ്ടാവുമെങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് അപമാന ഭീഷണിയൊക്കെ ഉണ്ടായി എന്ന് വരാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് തുലാമാസം വരുമ്പോഴത്തേക്കും പുരോഗതി ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി നല്ലൊരു സമയമായിട്ട് വരാം. സ്കോളർഷിപ്പ് കിട്ടുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. പ്രായമായവർക്ക് സർക്കാരിൽ നിന്നും കിട്ടാനുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയെന്ന് വരാം. ബന്ധുമിത്രാദികളുമായിട്ട് ചെറിയ സ്വരച്ചേർച്ച കുറവൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. വൃശ്ചിക മാസത്തില് നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ, ഈശ്വരപ്രീതി ഉണ്ടാവാൻ, വരുമാനം വർദ്ധിക്കാൻ, കാര്യവിജയം ഉണ്ടാവാൻ ഒക്കെയുള്ള അവസ്ഥ കാണുന്നുണ്ട്. സുഖനിദ്ര ഉണ്ടാവാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട്. ധനുമാസത്തിലെ ആരോഗ്യ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട അവസ്ഥ, വരുമാനം വർദ്ധിക്കുന്ന അവസ്ഥ, കാര്യവിജയം ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ പറയാം. ഉന്നത ആൾക്കാരുമായിട്ട് വ്യക്തിബന്ധം പുലർത്താനുള്ള അവസ്ഥയെ കാണുന്നുണ്ട്. കടങ്ങളും തലയൂരാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട്. ധനുമാസത്തിൽ നല്ലൊരു സമയമായിട്ട് ആരോഗ്യങ്ങളൊക്കെ വീണ്ടെടുക്കാൻ ഒക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. മകരമാസത്തില് കാര്യസാധനത്തിനായിട്ട് ഒരുപാട് താഴ്ന്ന് നിൽക്കേണ്ട അവസ്ഥയെ കാണുന്നുണ്ട്. ചെറിയ ചെറിയ തടസ്സങ്ങൾ നേരിടുമെങ്കിലും പ്രായണ കുഴപ്പമില്ലാത്തൊരു മാസമായിട്ടാണ് പറയപ്പെടുന്നത്. ഇവർക്ക് സന്തോഷകരമായിട്ടിരിക്കുന്ന അവസ്ഥ ഈ മാസം കുറച്ച് കുറവായിട്ട് മാസാന്ത്യത്തിൽ കാണുന്നുണ്ട്. പരസ്പരം ചേർച്ചയില്ലായ്മ, അവമാന ഭയം ഇവരെ കുറച്ച് അലട്ടിയെന്ന് വരാം. ബന്ധുക്കളുടെ സഹായം ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥ കാണുന്നുണ്ട്. വീട് മുടി പിടിപ്പിക്കുന്ന അവസ്ഥയെ ഗുണകരമായിട്ട് പറയാവുന്നതാണ്. വീട് മുടി പിടിപ്പിക്കാനായിട്ട് ലോണോ മുതലായ കാര്യങ്ങളൊക്കെ എടുക്കേണ്ട ഒരവസ്ഥ കാണുന്നുണ്ട്. കുംഭമാസത്തില് ഇവർക്ക് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കില്ല. ശത്രുക്കളുടെ ഭയം, കുറച്ച് ഉത്കണ്ഠ ഉണ്ടാകാനുള്ള അവസ്ഥ, അതുപോലെ ഏജൻസി ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വളരെ നല്ല സമയമായിട്ട് പറയാം. ഊഹക്കച്ചവടത്തിൽ നിന്ന് ലാഭം ഉണ്ടാകാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട്. ശാരീരക്ഷമത കുറച്ച് കുറയാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. കുടുംബ കലഹം അനുഭവപ്പെട്ടേക്കാമെങ്കിൽ കുടുംബ അന്തരീക്ഷം നിലനിർത്താനായിട്ട് സ്വന്തം പരിശ്രമിക്കേണ്ട അവസ്ഥ കാണുന്നുണ്ട്. സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുന്ന സമയമായിട്ട് പറയാവുന്നതാണ്. മീനമാസത്തില് കുടുംബിനികൾക്ക് നല്ലൊരു സമയമായിട്ട് പറയാവുന്നതാണ്. കുടുംബിനികൾക്ക് അതായത് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്കാണെങ്കിൽ വളരെ നല്ല സമയമായിട്ട് പറയാവുന്നതാണ്. കുടുംബത്തില് എല്ലാ കുടുംബാംഗങ്ങളെല്ലാം ഒന്നിച്ച് എന്തെങ്കിലുമൊക്കെ പുണ്യ തീർത്ഥ സ്നാനത്തിനുള്ള അവസ്ഥയെ കാണുന്നുണ്ട്. അവർക്ക് മേടമാസത്തിൽ സ്വർണ്ണലാഭം, അതുപോലെ എന്തെങ്കിലുമൊക്കെ ചിട്ടി മുതലായ ഭാഗങ്ങൾ കിട്ടാനുള്ള അവസ്ഥ, ലോട്ടറി മുതലായ ഭാഗങ്ങൾ കിട്ടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാം. ഇടവമാസത്തിൽ ചെറിയ സാമ്പത്തിക ക്ലേശമൊക്കെ ഉണ്ടാവുമെങ്കിലും നമുക്ക് പ്രായണ മാസാന്ത്യത്തിലെ വ്യത്യാസം വരുന്നതായിരിക്കും. കുടുംബ കാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നത ഒക്കെ ചെറിയ ഉണ്ടാകും. അതൊക്കെ ഒന്ന് നിർത്തും. അത് മാറ്റി എല്ലാവരും ഐക്യരായി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മിഥുനമാസത്തില് നമുക്ക് മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാവാനും ചെറിയ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാവാനും അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും സർക്കാരിൽ നിന്നും എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. വാഹനം വാങ്ങിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കർക്കിടക മാസത്തിൽ സ്വരച്ചേർച്ചയില്ലായ്മ മാറി സഹോദരന്മാരിലെ സഹോദരിയായിട്ടൊക്കെ നല്ല രീതിയിൽ രമ്യതയാവുന്ന അവസ്ഥയെ കാണുന്നുണ്ട്. കാര്യങ്ങളിൽ വിജയം ഉണ്ടാവാനും ഉന്നത അധികാരികളിൽ നിന്നും വ്യക്തിബന്ധം ഉണ്ടാവാനും വ്യക്തിബന്ധം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ധനവർദ്ധനവിന് കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനൊക്കെ ആയിട്ട് സ്വന്തം പരിശ്രമിക്കേണ്ട അവസ്ഥയായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ബന്ധുക്കളുമായിട്ട് വിയോജിപ്പ് ഉണ്ടാവാതെ നോക്കേണ്ടതാണ്. കേസ് വഴക്കുകൾ പെടാതെ ശ്രദ്ധിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. വാഹനം ഓടിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട അവസ്ഥ, സാഹസ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ആരോഗ്യം ക്ഷയിക്കാതെ അതുപോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖം 4-ാം പാദം, അനിഴം തൃക്കേട്ട. ഇവർക്ക് വ്യാഴം 8-ഉം 9-ഉം ഭാവത്തിലും ശനി 5-ാം ഭാവത്തിലും രാഹു 4-ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമായതിന് കുടുംബ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നത്. യാത്രകൾ എന്തെങ്കിലുമൊക്കെ വസ്തുക്കളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യത ശ്രദ്ധിക്കുക. പുതിയ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ദാനകർമ്മങ്ങൾ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് അർഹിക്കുന്നതാണോ എന്ന് നോക്കിയിട്ട് ചെയ്യുന്നത് കുറച്ച് നന്നായിരിക്കും. അതുപോലെ പ്രേമം വിജയത്തിലെത്താൻ, വിവാഹത്തിലൊക്കെ എത്താനുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. എല്ലാ സംരംഭങ്ങളിലും ഒരു താല്പര്യം പ്രകടിപ്പിക്കുമെങ്കിലും എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുപോലെ ബന്ധുക്കളുമായിട്ടൊക്കെ ചേർന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഒക്കെ ചെയ്യുമ്പം അതിലും ഒന്ന് ശ്രദ്ധ കൊടുക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ചെറിയ രീതിയിൽ അഭിപ്രായ വ്യത്യാസം പങ്കാളിയായിട്ടുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചെറിയ രീതിയിൽ മാനസിക
പിരിമുറുക്കം, രോഗം ഇവയൊക്കെ ഉണ്ടാവാം. ചിങ്ങത്തിൽ ഉത്തരവാദിത്വമുള്ള എന്തെങ്കിലുമൊക്കെ ജോലി കയറാനുള്ള സാധ്യത, അതുപോലെ കൂടെ നിൽക്കുന്നവരുടെ കൂടെ ജോലി ഏറ്റെടുത്ത് ചെയ്ത് അവരുടെ ഒരു ബഹുമാനം അല്ലെ അവരുടെ സ്നേഹമൊക്കെ കൈപ്പറ്റാനുള്ള സാധ്യത കാണുന്നുണ്ട്. ധർമ്മകാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ ആദരണീയത കിട്ടുന്നതായിരിക്കും. അതുപോലെ ജീവിത വിജയം കൈവരിക്കുന്ന ഒരു മാസമായിട്ട് ഈ ഒരു മാസം പറയാവുന്നതാണ്. അപകടകരമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളൊക്കെ പ്രതികൂലമായിട്ട് കർമ്മമേഖലയെ സ്വാധീനിക്കും. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഊർജ്ജസ്വലത മനസ്സിനും ഉണ്ടാവുമെങ്കിലും നിഗൂഢമായ എന്തെങ്കിലും ശക്തികൾ അവനെ ഉപദ്രവിക്കുന്നുണ്ടോ എന്നുള്ളൊരു ഭയം ഇവർക്ക് ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. പൈതൃക സ്വത്തിലൂടെ വിവാഹത്തിലൂടെ കുറച്ച് സാമ്പത്തിക വിവാഹത്തിലൂടെ പൈതൃക സ്വത്ത് കിട്ടുന്നതിലൂടെ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന അവസ്ഥ പറയാവുന്നതാണ്. കുറ്റാരോപണം നേരിടുമെങ്കിലും കാരാഗ്രഹവാസ കാര്യങ്ങൾ റിപ്പോർട്ട് തിരിച്ചു വരാനുള്ള അവസ്ഥ ഇവർക്ക് കന്നിമാസത്തിൽ കാണുന്നുണ്ട്. ഇവർക്ക് തുലാമാസം ആകുമ്പോഴത്തേക്കും ലൗകിക സുഖങ്ങൾ കിട്ടാനുള്ള അവസ്ഥകൾ, അതുപോലെ അഭിവൃദ്ധി, ആത്മീയ കാര്യങ്ങൾ താല്പര്യം, സുഹൃത്തുക്കൾ ഉള്ള ആ ഒരു സമീപനത്തിൽ അവരുടെയൊക്കെ ഒരു ആദരണീയത കിട്ടാനുള്ള അവസ്ഥ, സാമ്പത്തിക നേട്ടങ്ങൾ നീ കാണുന്നുണ്ട്. അതുപോലെ നമുക്ക് പിണങ്ങി നിന്ന ആൾക്കാരുമായിട്ട് സൗഹൃദത്തിലാവാനുള്ള അവസ്ഥ, പഠിച്ച വിദ്യാലയത്തിലേക്ക് എന്തെങ്കിലും വസ്തുക്കളൊക്കെ കൊടുക്കുന്ന അവസ്ഥയെ കാണുന്നുണ്ട്. വൃശ്ചിക മാസത്തിൽ അന്തസ്സും ആദരവും ഒക്കെ ലഭിക്കുന്ന അവസ്ഥ, വാഹനങ്ങൾ വാങ്ങിക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. നയപരമായിട്ട് പ്രവർത്തിക്കുന്ന വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഒഴിഞ്ഞു പോവാം. അതുപോലെ നമുക്ക് ശിരസംബന്ധമായ എന്തെങ്കിലും ചെറിയ ഒരു രോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. അതുപോലെ കഴിവതും നമുക്ക് ഈ ഒരു മാസം ഇവര് ഇടനില നിൽക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇടനില നിൽക്കുന്നൊന്നും മാറിക്കുക നന്നായിരിക്കും. ധനുമാസത്തിൽ ധനലാഭം ഉണ്ടാവാൻ, സർക്കാർ കാര്യങ്ങളിൽ കുറച്ച് വിജയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വൻ നേട്ടങ്ങൾക്കായുള്ള ചെലവ് മാറ്റിവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. വീട് പണിക്കുള്ള സാധ്യത കാണുന്നുണ്ട്. പങ്കാളിയായിട്ട് ചേർന്നുകൊണ്ട് എന്തെങ്കിലും വിദേശത്ത് പോകാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. മക്കൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുന്നൊരു സമയമായിട്ട് വന്ന് പറയാവുന്നതാണ്. അതുപോലെ നമുക്ക് ധനുമാസത്തിൽ ഇവർക്ക് കുറച്ച് ചെലവുകൾ കൂടുന്ന അവസ്ഥ, സംഗീതം, നൃത്തം, വാദ്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും താല്പര്യം ഉണ്ടാകുന്ന അവസ്ഥ, അതുപോലെ യാത്രകൾ പൊതുവെ സഫലമാകുന്ന അവസ്ഥ പറയാവുന്നതാണ്. മകരമാസത്തിൽ അച്ചടി, പത്രപ്രവർത്തനം, കമ്മീഷൻ മുതലായവ നേട്ടം ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. രാഷ്ട്രീയക്കാർ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു മാസമായിട്ട് പറയുന്നുണ്ട്. ഇവർക്ക് മകരമാസം പൊതുവെ സമ്മിശ്ര ഫലമായിട്ട് പറയാം. കുംഭത്തിൽ ജോലിയിൽ ശോഭിക്കാനുള്ള അവസ്ഥ, ബന്ധുക്കളും കുറച്ച് കഷ്ടതകളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ, ഭൂമി വിറ്റ് അതിന്മേൽ ലാഭം ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ ഇവർക്ക് പറയാവുന്നതാണ്. സമാധാനമായിട്ടുള്ള ചുറ്റുപാടുകൾ, അന്തരീക്ഷമൊക്കെ ഇവർക്ക് കുംഭത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മീനമാസത്തിൽ സ്ഥിര ജോലി ലഭിക്കുന്ന അവസ്ഥ, പ്രതികൂലമായിട്ടുള്ള ചെറിയ ചുറ്റുപാടുകളൊക്കെ ഉണ്ടാവുമെങ്കിലും ഇവർക്ക് കടം മാറുന്നൊരവസ്ഥ എടുത്തു പറത്തി ഗുണമായിട്ട് പറയാവുന്നതാണ്. മേടമാസത്തിൽ ഊഹക്കച്ചവടം ചെറിയ നഷ്ടങ്ങളുണ്ടാകും. എടുത്തുചാട്ടം ഒന്ന് കുറയ്ക്കുന്നത് നന്നായിരിക്കും. അമിത ഉത്സാഹം ഒന്ന് കുറയ്ക്കുന്നത് നന്നായിരിക്കും. എല്ലാ കാര്യങ്ങളിലും ഒന്ന് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. പ്രണയ പരാജയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആഹാര കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു മാസമായിട്ട് പറയുന്നുണ്ട്. ഇവർക്ക് ഇടവ മാസം നമുക്ക് കീഴ്ജീവനക്കാരുമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന അവസ്ഥ, പേശി രോഗങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥകൾ, ബുദ്ധിപരമായിട്ടുള്ള പെരുമാറ്റത്തിലൂടെ പങ്കാളിയായിട്ട് വിവാഹ മോചനം വരെ പോയിട്ട് തിരിച്ചു വരുന്നൊരവസ്ഥ കാണുന്നുണ്ട്. വിവാഹ കാര്യങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ മംഗളകാര്യങ്ങൾക്കായിട്ട് ധാരാളം യാത്രകൾ ചെയ്യേണ്ട അവസ്ഥ ഇവർക്ക് കാണുന്നുണ്ട്. ഇവർക്ക് മിഥുനമാസം വരുമ്പോഴത്തേക്കും സാമ്പത്തിക സാമൂഹിക കാര്യങ്ങളിലൊക്കെ ഒരു അച്ചടക്കം പാലിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. അതുപോലെ സൂക്ഷ്മജീവികൾ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ വളർത്തുജീവികളുടെയൊക്കെ ആക്രമണത്തിന് ഇരയാകാനുള്ള സാധ്യത ചെറിയ രീതിയിലുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. കർക്കിടകമാസം വരുമ്പോഴത്തേക്കും തത്വചിന്താ പ്രവണതകളൊക്കെ ഇവർക്ക് ഉണ്ടാവാം. അതുപോലെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് താല്പര്യം കൂടുതൽ പ്രകടിപ്പിക്കുക. ആചാര്യ കാര്യങ്ങൾക്ക് അല്ലെ ആചാര്യന്മാർക്ക് എന്തെങ്കിലുമൊക്കെ പാരിതോഷികങ്ങളോ അല്ലെ എന്തെങ്കിലുമോ കൊടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കർക്കിടക മാസത്തിൽ നമുക്ക് വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക്, അതുപോലെ ലോ മുതലായ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ നല്ല സമയമായിട്ട് പറയാവുന്നതാണ്. അതുപോലെ നമുക്ക് സർക്കാർ ജോലി നിൽക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റമോ സ്ഥാനക്കയറ്റമോ കിട്ടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഈ ദുസ്വഭാവങ്ങൾ തുടങ്ങാനായിട്ട് ഒരു പ്രേരണയൊക്കെ ഉണ്ടാവും. ആ പ്രേരണയൊക്കെ മാറ്റി വെച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. പൊതുവെ സാമൂഹ്യ വിജയം, സ്ത്രീജനങ്ങളോട് ഉള്ള ആ ഒരു സമീപനം കൊണ്ട് നേട്ടങ്ങളൊക്കെ ഉണ്ടാവുക, സുഹൃത്തുക്കൾ മുഖേന നേട്ടങ്ങൾ ഉണ്ടാവുക, ജീവിത വിജയം, നഷ്ടങ്ങൾ എല്ലാം ഒഴിവാക്കി മുന്നോട്ട് പോകുന്ന അവസ്ഥകൾ, കിട്ടാക്കടങ്ങൾ കിട്ടുന്ന അവസ്ഥകൾ, അങ്ങനെ പൊതുവെ എല്ലാം കൊണ്ടും നല്ലൊരു
ഒരു പൊതുവെ നല്ലൊരു വർഷമായിട്ട് ഇവർക്ക് വൃശ്ചികക്കൂറുകാർക്ക് പറയാവുന്നതാണ്. അടുത്തത് ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദം ഇവർക്ക് വ്യാഴം 7ഉം 8ഉം ഭാവത്തിലും അതുപോലെ ശനി 4-ാം ഭാവത്തിലും രാഹു 3-ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമായതിനാൽ ഭാഗ്യവും ഉദാര മനസ്സുള്ള പങ്കാളിയുമായി ഒത്തുചേരാൻ സാധിക്കുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഗാർഹിക കാര്യങ്ങൾക്കായിട്ട് സമ്പത്ത് ചിലവഴിക്കുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കൊക്കെ രോഗത്തിന് വേണ്ടിയിട്ട് അല്ലെ ചികിത്സയ്ക്കൊക്കെ ആയിട്ട് സാമ്പത്തികം ചെലവഴിക്കുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. പ്രതികൂലമായ ചുറ്റുപാടുകൾ പോലും ഇവർക്ക് തരണം ചെയ്യാൻ പറ്റുന്ന വർഷമായിട്ട് ഇവർക്ക് പറയാവുന്നതാണ്. മംഗളകാര്യങ്ങൾ പങ്കെടുക്കാനായിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിൽ വരുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. അംഗീകാരങ്ങളും ബഹുമതികളും ഒക്കെ ലഭിക്കുന്നൊരു വർഷമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ചിങ്ങത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള വിജയങ്ങളൊക്കെ ഉണ്ടാവാൻ, ആനന്ദം, സ്ത്രീകളിന്മേൽ ഒരു അകലം പാലിക്കേണ്ട അവസ്ഥ ഇവയൊക്കെ പറയപ്പെടുന്നുണ്ട്. കന്നിമാസത്തിൽ സകല കാര്യങ്ങളിലും വിജയം കൈവരിക്കുന്ന സാധ്യത പറയാവുന്നതാണ്. എന്തെങ്കിലും കിട്ടത്തില്ല എന്നുറപ്പുള്ള കടങ്ങൾ കഴിവതും കൊടുക്കാതിരിക്കുക. നല്ല പ്രവൃത്തികൾക്ക് നല്ല ഒരു ഗുണം ഇവർക്ക് കിട്ടുന്നതായിരിക്കും. സ്ഥാനലാഭം എടുത്തു പറഞ്ഞ ഗുണമായിട്ട് പറയാവുന്നതാണ്. കന്നിമാസത്തിൽ കുറച്ച് യാത്രകൾ കൂടുതൽ ചെയ്യേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. തുലാമാസത്തിൽ ഐശ്വര്യം, പുരോഗതി, നല്ല പ്രവൃത്തികൾ ചെയ്യുക, അതുപോലെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ സമ്മാനം കിട്ടുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. വൃശ്ചികത്തിൽ മാനസിക അസ്വസ്ഥങ്ങൾ ചെറിയതിലുണ്ടാവാം. അതുപോലെ കൂടെ നിൽക്കുന്നവരുടെ പ്രവൃത്തി ദോഷം കൊണ്ട് അവന് എന്തെങ്കിലും പെരുദോഷങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ധനുമാസം വരുമ്പോഴത്തേക്ക് നേത്രരോഗങ്ങൾ, അതുപോലെ രക്തകോപം മുതലായ അവസ്ഥകളൊക്കെ ഉണ്ടാവാം. ധനുമാസത്തിൽ ശത്രുവിന്മേൽ വിജയം ഉണ്ടാവാൻ, അതുപോലെ പലവിധ ദ്രവ്യലാഭം, വസ്ത്രലാഭം, അന്നലാഭം ഇവയെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മകരത്തിൽ വാഗ്ദ്വേഷത്താൽ വാക്ക് അവനെ ശത്രുവായിട്ട് വരുന്ന അവസ്ഥ പറയാം. അതുകൊണ്ട് ദ്രവ്യനാശങ്ങൾ, ദൂരദേശ സഞ്ചാരത്തിൽ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമായിട്ട് പറയാം. വിദ്യാഭ്യാസ കാര്യങ്ങൾ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. പ്രായണ മാസാന്ത്യത്തിൽ വ്യത്യാസം ഇവർക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് കുംഭമാസം വരുമ്പോഴത്തേക്കും പ്രധാന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് പങ്കാളിയുടെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ചികിത്സയ്ക്കൊക്കെ ആയിട്ട് യാത്രകൾ ചെയ്യേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. മീനമാസത്തെ ജോലിയിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നതായിരിക്കും. അത് മുഖേന മേലുദ്യോഗസ്ഥർ പ്രീതിയും ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും. കുംഭമാസം വരുമ്പോഴത്തേക്കും വിവാഹം കഴിയാത്തവർക്ക് വിവാഹം കഴിയാനുള്ള അവസ്ഥകൾ കാണുന്നുണ്ട്. അതുപോലെ ഗ്രഹാന്തരീക്ഷം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട്, അനുകൂലമായ രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ടതാണ്. ഇവർക്ക് ഊഹക്കച്ചവടത്തിൽ കുറച്ച് ലാഭങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ പറയാം. പ്രത്യേകിച്ച് വളർത്തു ജീവികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയാവുന്നതാണ്. സഹോദരൻ അല്ലെ സഹോദരിക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ വിവാഹം നടക്കുന്നൊരവസ്ഥ കാണുന്നുണ്ട്. മീനമാസത്തിൽ കുറച്ച് മീനമാസാന്ത്യത്തിൽ കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മേടമാസത്തിൽ പ്രതികൂലമായ ചുറ്റുപാട് പോലും അനുകൂലമായി തീർക്കുന്നതായിരിക്കും. ബുദ്ധി വൈഭവം കൊണ്ട് പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. ഇടവമാസം വരുമ്പോഴത്തേക്കും വരുമാനത്തിൽ വർധന ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. അതുപോലെ പശു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വളർത്തു ജീവികളെ വാങ്ങിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഊഹാപോഹങ്ങൾ കഴിവതും ചെവിക്കൊള്ളാതിരിക്കുന്ന അവസ്ഥ കാണുന്നുണ്ട്. കഠിനാധ്വാനത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാനുള്ള അവസ്ഥയും ഇടവമാസത്തിൽ ഇവർക്ക് കാണുന്നുണ്ട്. മിഥുനമാസം വരുമ്പോഴത്തേക്ക് കുറച്ച് ഊർജ്ജസ്വലത, രോഗപ്രതിരോധ ശേഷി, കഠിനാധ്വാനത്തിലൂടെ ഉന്നതി ഇവയെ കാണുന്നുണ്ട്. കർക്കിടക മാസം വരുമ്പോഴത്തേക്കും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവുക, സഹപ്രവർത്തകരുടെയൊക്കെ പങ്കാളികളിൽ നിന്നൊക്കെ അനുകൂലമായ അവസ്ഥകളൊക്കെ ഉണ്ടാവുക, അതുപോലെ സജീവ സ്നേഹം ഉണ്ടാകുന്ന അവസ്ഥകൾ പറയാം. താത്വികമായ കാര്യങ്ങളിൽ, മതപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്ന അവസ്ഥ, അതുപോലെ വിവാഹത്തിലൂടെ നേട്ടം ഉണ്ടാകുന്ന അവസ്ഥ ഇവർക്ക് പറയാവുന്നതാണ്. അടുത്തത് മകരക്കൂറാണ്. ഉത്രാടം 2, 3, 4 പാദം, തിരുവോണം, അവിട്ടം 1, 2 പാദം ഇവർക്ക് വ്യാഴം 6ഉം 7ഉം ഭാവത്തിലും ഈ വർഷം ശനി 3-ാം ഭാവത്തിലും രാഹു 2-ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമായതിനാൽ നാൽക്കാലികൾ മുഖേന ലാഭങ്ങളൊക്കെ ഉണ്ടാവാം. പുത്രലാഭം, ദ്രവ്യനാശം ചെറിയതിൽ ഉണ്ടാകുന്ന അവസ്ഥ, വാക്കുകൊണ്ട് സ്ഥാനഭ്രംശങ്ങൾ ഉണ്ടാവാം. മേലുദ്യോഗസ്ഥരുടെ പഴികേക്കാനുള്ള അവസ്ഥകൾ കാണുന്നുണ്ട്. സർവാഭിഷ്ടസിദ്ധി എന്നിവ വർഷാന്ത്യത്തിൽ ഉണ്ടാവുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ആരോഗ്യസ്ഥിതി കുറച്ച് മോശമാകുന്ന അവസ്ഥ വർഷം മധ്യത്തിങ്കിൽ കാണുന്നുണ്ട്. പൊതുവെ നമുക്ക് അനാവശ്യമായ സഞ്ചാരങ്ങൾ കുറയ്ക്കേണ്ട ഒരു അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ധനനഷ്ടങ്ങൾ സുഹൃത്തുക്കൾ മുഖേന ഉണ്ടാകുന്നതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ചിങ്ങമാസത്തിൽ ഇവർക്ക് കുറച്ച് കൂടുതൽ പരിശ്രമിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഇലക്ട്രോണിക്സ് മേഖലയിൽ നിൽക്കുന്നവർക്ക് കുറച്ച് നല്ലൊരു മാസമായിട്ട് പറയാവുന്നതാണ്. അതുപോലെ കന്നിമാസത്തിൽ മൃഷ്ടാന്ന ഭോജനം ഇവർക്ക് കിട്ടുന്ന അവസ്ഥ, സമ്മാനങ്ങൾ, ദ്രവ്യലാഭങ്ങൾ, സുഖശയനങ്ങൾ, ജീവിത സുഖങ്ങളൊക്കെ ആസ്വദിക്കുന്ന അവസ്ഥകളൊക്കെ പറയാവുന്നതാണ്. തുലാമാസത്തിൽ കാര്യവിജയം ഉണ്ടാവുമെങ്കിലും ഉന്നതരുമായിട്ട് കൂടിക്കാഴ്ചകളൊക്കെ നടത്തുമ്പം ഈ സംസാരത്തിൽ എന്തെങ്കിലും ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ടതാണ്. തുലാമാസം വരുമ്പോഴത്തേക്കും നമുക്ക് വസ്ത്രലാഭം, ധനപുഷ്ടി, സന്തോഷം ഇവയൊക്കെ മാസാന്ത്യത്തിൽ ഉണ്ടാകുന്ന അവസ്ഥ പറയാം. വൃശ്ചിക
മാസത്തിൽ സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം നയിക്കാനുള്ള സാധ്യത ഉണ്ടാകും. ബുദ്ധി സാമർഥ്യം കൊണ്ട് അല്ലെ ബുദ്ധി വൈഭവം കൊണ്ട് വലിയ അപകടങ്ങളൊക്കെ ഒഴിവാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. അവർക്ക് ധനുമാസം വരുമ്പോഴത്തേക്കും സന്താനങ്ങൾക്ക് എന്തെങ്കിലും നേത്രരോഗങ്ങൾ, അതുപോലെ നമുക്ക് രക്ഷകർത്താക്കൾക്ക് എന്തെങ്കിലുമൊക്കെ രക്തപീഠവ്യാധി, ദുർവ്യയം മുതലായവയൊക്കെ ഉണ്ടാവുന്ന അവസ്ഥ കാണുന്നുണ്ട്. മകരമാസത്തില് കുറച്ച് അലച്ചിലുകൾ ഉണ്ടാകുന്ന അവസ്ഥ, അമിതമായിട്ട് ടെൻഷൻ അടിക്കുന്ന അവസ്ഥയെ കാണുന്നുണ്ട്. കുംഭമാസത്തിൽ വരുമാനം കുറച്ച് കുറയാൻ, ശിരോവേദനകളൊക്കെ ഉണ്ടാവാനുള്ള അവസ്ഥ, ഉഷ്ണരോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള അവസ്ഥ. എങ്കിലും സ്ഥാനപ്രാപ്തി എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന ഒരു മാസമായിട്ട് ഇവർക്കും പറയാവുന്നതാണ്. മീനമാസം വരുമ്പോഴത്തേക്കും നമുക്ക് കൂടെ നിൽക്കുന്നവർ ഭാഗത്ത് നിന്ന് ചതിവ്, കളവ്, വഞ്ചനയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് മേടമാസം വരുമ്പം നല്ല എന്തെങ്കിലുമൊക്കെ ആഭരണങ്ങളോ ചിട്ടി, ലോട്ടറി, നിധി മുതലായ ഭാഗ്യങ്ങളൊക്കെ കിട്ടാനുള്ള അവസ്ഥ, അതുപോലെ പെട്ടെന്നുള്ള എടുത്തിയാട്ടം, പെട്ടെന്നുള്ള ക്ഷോഭവും ഒക്കെ ഇന്ന് കുറയ്ക്കേണ്ട അവസ്ഥ നമുക്ക് ഇവർക്ക് ഇടവമാസം പറയുന്നുണ്ട്. നമുക്ക് മിഥുനമാസം വരുമ്പോഴത്തേക്കും രോഗശമനം ഉണ്ടാവുക, അനേകകാലമായിട്ട് കിട്ടാതിരുന്ന സർക്കാർ ആനുകൂല്യങ്ങൾ എന്തെങ്കിലും കിട്ടുന്ന അവസ്ഥകൾ, വാഹന കച്ചവടക്കാർ കുറച്ച് ലാഭങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ പറയാവുന്നതാണ്. കർക്കിടകത്തിൽ നമുക്ക് ചെറിയതിൽ ഭയങ്ങളൊക്കെ ഉണ്ടാവാമെങ്കിലും പൊതുവെ നമുക്ക് ഉചിതമല്ലാത്ത കാര്യങ്ങൾ നമുക്ക് തിരസ്കരിക്കുന്ന അവസ്ഥ പറയാവുന്നതാണ്. ഗുരുഭക്തി വർദ്ധിക്കുന്ന അവസ്ഥ നമുക്ക് പറയാവുന്നതാണ്. പൊതുവെ കാര്യവിജയം ഉണ്ടാകുന്നൊരു വർഷമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അടുത്ത് കുംഭക്കൂറാണ്. കുംഭക്കൂർ എന്ന് വെച്ചാൽ അവിട്ടം 3, 4 പാദം, ചതയം, പൂരിട്ടാതി 1, 2, 3 പാദം. ഇവർക്ക് വ്യാഴം 5ലും 6ലും, ശനി 2ാം ഭാവത്തിലും, രാഹു 1ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമായതിനാൽ ഫലപ്രദമായ ശുശ്രൂഷകളിലൂടെ വേഗത്തിലുള്ള രോഗശാന്തി എടുത്തു പറത്തൽ ഗുണം തന്നെയാണ്. വിശ്വസ്തരായിട്ടുള്ള പരിചാരകരെ കിട്ടുന്ന ഒരവസ്ഥ, അതുകൊണ്ട് ചെറിയ നഷ്ടങ്ങൾ കുറയുന്ന ഒരവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഉത്സവാദി കാര്യങ്ങൾക്കായിട്ട്, വീട്ടിലെ മംഗളാദി കാര്യങ്ങൾക്കായിട്ട് വിദേശത്ത് നിൽക്കുന്നവർക്ക് നാട്ടിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഗുണാനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി ചെയ്യുന്നത് ദോഷാനുഭവത്തിൽ എത്താനുള്ള അവസ്ഥ വർഷാന്ത്യത്തിൽ കാണുന്നുണ്ട്. സാമ്പത്തിക നേട്ടങ്ങൾ കുറച്ച് കുറവായിരിക്കുമെങ്കിലും മനസ്സമാനം സ്വസ്ഥതയൊക്കെ ഏറെക്കുറെ കിട്ടുന്നൊരു വർഷമായിട്ട് പറയാവുന്നതാണ്. ഭക്ഷണ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക്, കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചെറിയതിലുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ശത്രുഭയം, കലഹ ഒക്കെ ചെറിയതിലുണ്ടാകാനുള്ള അവസ്ഥയുണ്ട്. ചിങ്ങമാസത്തിൽ ലാഭകരമായിട്ടുള്ള ബിസിനസ്സുകൾ തുടങ്ങാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. അനുകൂലമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങൾ, അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ പറയാം. പൂർവിക സ്വത്തുക്കൾ നമുക്ക് വിറ്റ് എന്തെങ്കിലും കടത്തിൽ നിന്ന് തലയൂരാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട്. കന്നിമാസം വരുമ്പോഴത്തേക്ക് നമുക്ക് ആഭരണങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട്. മാന്ത്രിക വിദ്യ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ വിദ്യകൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ കന്നിമാസം വളരെ ഗുണകരമായിട്ട് പറയാം. തുലാമാസം നമുക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് ചെയ്യേണ്ട അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. ട്രസ്റ്റ് ഭരണ ചുമതലയുള്ള ആൾക്കാരെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു മാസമായിട്ടും പറയപ്പെടുന്നുണ്ട്. തുലാമാസത്തില് തത്വചിന്ത പ്രവണത, വിശാല മനസ്ക, നിഗൂഢതയെ കണ്ടെത്താനുള്ള ആഗ്രഹം, കാര്യനിർവഹണ ശേഷി വർദ്ധിക്കുന്ന അവസ്ഥ, വിവാഹത്തിലൂടെ അല്ലെ പതിക സ്വത്തുക്കൾ കിട്ടുന്നതിലൂടെ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. ഇൻഷുറൻസ് മേഖല നിൽക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ കാണുന്നുണ്ട്. വൃശ്ചിക മാസത്തില് നമുക്ക് ഉത്തരവാദിത്വമുള്ള എന്തെങ്കിലുമൊക്കെ ജോലി ലഭിക്കുന്ന അവസ്ഥ കാണുന്നുണ്ട്. ജോലിയിൽ നേട്ടം ഉണ്ടാവുന്നതായിരിക്കും. നമുക്ക് പോലീസ്, പട്ടാളം മേഖല നിൽക്കുന്നവർക്ക് ഈ ഒരു മാസം ശ്രദ്ധിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. നമുക്ക് ധനുമാസം വരുമ്പോഴത്തേക്കും കുറച്ച് വിശ്വസ്തരായിട്ടുള്ള സുഹൃത്തുക്കളെ കിട്ടുന്ന അവസ്ഥ, അവർ മുഖേന എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. മതപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് ശ്രദ്ധ കൂടുന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട് അവർക്ക് ധനുമാസത്തിൽ. അടുത്ത് മകരമാസം വരുമ്പോഴത്തേക്കും ബുദ്ധിപരമായിട്ടുള്ള സുഹൃത്തുക്കൾ അല്ലെ പരിചാരം കിട്ടാനുള്ള അവസ്ഥ, നമുക്ക് സുഹൃത്തുക്കൾക്ക് വേണ്ടി സമയം, ധനം ഇവയൊക്കെ ചെലവഴിക്കേണ്ട അവസ്ഥയെ കാണുന്നുണ്ട്. കുംഭമാസത്തില് നമുക്ക് അന്തസ്സും ആദരവും സഹാനുഭൂതി ബഹുമാനവും കൈവരുന്ന അവസ്ഥയെ കാണുന്നുണ്ട്. നമുക്ക് കുറ്റാരോപണത്തിന് തലയൂരാനുള്ള അവസ്ഥകൾ കാണുന്നുണ്ട്. ശത്രുക്കൾ തന്നെ അപായപ്പെടുത്തുന്നുണ്ട് എന്നുള്ളൊരു വിഷയം ഇവരെ മാനസികമായിട്ട് അലട്ടിയെന്ന് വരാം. ഇവർക്ക് കുറ്റാരോപണത്തിനൊക്കെ തലയൂരാനുള്ള അവസ്ഥയൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. കുംഭമാസം പൊതുവെ സമ്മിശ്ര ഫലമായിട്ടാണ് പറയുന്നത്. മീനമാസം വരുമ്പോഴത്തേക്കും ഇവർക്ക് പ്രവർത്തന ശക്തി വർദ്ധിക്കുക, സന്താനങ്ങൾക്ക് പങ്കാളിക്കൊക്കെ ജോലി ലഭിക്കുന്ന അവസ്ഥ, അതുപോലെ നമുക്ക് നയപരമായിട്ട് നീങ്ങുന്നതിലൂടെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഒഴിവാകുന്ന അവസ്ഥ, സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ, സംഗീതം, നൃത്തം മുതലായ കാര്യങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കുന്ന അവസ്ഥ കാണുന്നുണ്ട്. മീനമാസത്തിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാവുക, സർക്കാർ ജോലി നിൽക്കുന്നവർക്ക് അനുകൂലമായ സമയമായിട്ട് പറയാം. മേടമാസത്തിൽ സംരംഭകത്വം, പൈതൃക സ്വത്തുക്കൾ ലഭിക്കുക, പാരമ്പര്യം വർദ്ധിക്കുക, അല്ലെ പാരമ്പര്യത്തിൽ അഭിമാനം കൊണ്ട അവസ്ഥകളൊക്കെ വന്നു ചേരാം. സ്ഥാനമാനങ്ങൾ കിട്ടുന്ന അവസ്ഥയെ കാണുന്നുണ്ട്. സഹോദരന് അല്ലെ സഹോദരിക്ക് നല്ല ജോലി കിട്ടാൻ, വിവാഹം നടക്കാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. മേടമാസം പൊതുവെ ഗുണകരമായിട്ട് തന്നെ പറയാം. ഇടവമാസത്തില് പ്രധാന കാര്യങ്ങൾക്കായിട്ട് ധാരാളം യാത്രകൾ ചെയ്യുക, ബന്ധുക്കളുമായിട്ട് നല്ലൊരു വ്യക്തിബന്ധം സ്ഥാപിക്കുന്ന അവസ്ഥ,
കാണുന്നുണ്ട്. ഇടവമാസത്തിൽ ധാരാളം പ്രക്ഷുബ്ധമായിട്ടുള്ള സാഹചര്യങ്ങൾ മാസാന്ത്യത്തിൽ വന്നു ചേരുമെങ്കിലും അതൊക്കെ ബുദ്ധി കൊണ്ട് മാറിപ്പോകുന്നതായിരിക്കും. മിഥുനമാസം വരുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ലാഭങ്ങൾ, പ്രത്യേകിച്ച് അന്നലാഭം, വസ്ത്രലാഭം, യാത്രാലാഭം ഇവയൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ കാണുന്നുണ്ട്. മിഥുനമാസത്തെ ജോലി നല്ല പ്രകടനം കാഴ്ചവെക്കാൻ, അതുപോലെ കൂടെ നിൽക്കുന്നതെല്ലാം അതിനോട് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. അനേക കാലമായിട്ട് കേസിൽ കിടക്കുന്ന വസ്തുക്കളൊക്കെ കേസ് ഒഴിവായി അല്ലെങ്കിൽ ഒത്തുതീർപ്പായി വസ്തുവൊക്കെ വിറ്റ് ലാഭം ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. മിഥുനമാസത്തെ കച്ചവടത്തിന് ലാഭം ഉണ്ടാകുന്ന അവസ്ഥ, എന്തെങ്കിലുമൊക്കെ ഒന്നിലധികം വസ്തു, വീട്, വാഹനം ഇവയൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. കർക്കിടക മാസം വരുമ്പോഴത്തേക്കും ഊർജ്ജസ്വലത, രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുക, കഠിനാധ്വാനത്തോടെ നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന കഴിവ് വർദ്ധിക്കുന്ന അവസ്ഥ, ചുറ്റുപാടുകളെയൊക്കെ അവന് അനുകൂലമാക്കി എടുക്കുന്ന ഒരു ബുദ്ധിവൈഭവം ഇവയൊക്കെ പറയാവുന്നതാണ്. സാമ്പത്തിക നേട്ടം, വിവാഹം, നല്ല ഒരു കുടുംബജീവിതം, സന്താനങ്ങളാവാത്തവർക്ക് സന്താനങ്ങളാവുക, വിവാഹാനന്തര സാമൂഹ്യ ജീവിതം, എല്ലാവരുടെയും ഒരു കണ്ണുലുണ്ണിയായിട്ട് മാറുന്ന അവസ്ഥകൾ ഒക്കെ പൊതുവെ പറയാവുന്നതാണ്. പൊതുവെ അവർക്കൊരു ഗുണകരമായിട്ടുള്ള വർഷം തന്നെയാണ്. അടുത്തത് മീനക്കൂറാണ്. പുരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി. അപ്പം നമുക്ക് 12 കൂറിൽ അവസാനത്തെ കൂറായിട്ടുള്ള മീനക്കൂറുകാർക്ക് വ്യാഴം 4-5 ഭാവത്തിലും ശനി 1-ാം ഭാവത്തിലും രാഹു 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലമായതിനാൽ കച്ചവടത്തിൽ വിജയം ഉണ്ടാവുക, സംരംഭങ്ങളിൽ സൗഭാഗ്യം ഉണ്ടാവുക, ഫലപ്രദമായിട്ടുള്ള ഇടപാടുകൾ നടക്കുക, വിനോദത്തിലൂടെ വിനോദസഞ്ചാര മേഖല നിൽക്കുന്നവർ ഗുണകരമായിട്ട് പറയാവുന്നതാണ്. കുട്ടികളില്ലാത്ത കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത, പഠിക്കുന്ന സന്താനങ്ങൾക്കാണ് സ്കോളർഷിപ്പ് കിട്ടാനുള്ള അവസ്ഥകളൊക്കെ പറയാം. പ്രായമായവർക്ക് രോഗശമനം എടുത്തു പറയുന്ന ഗുണം തന്നെയാണ്. ലൗകിക അഭിവൃദ്ധി ഉണ്ടാകുന്ന അവസ്ഥ പറയാം. സാമ്പത്തിക വ്യയം കുറയ്ക്കുന്ന അവസ്ഥ, അഭിവൃദ്ധി ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ പറയാവുന്നതാണ്. തടസ്സങ്ങൾ ധാരാളം ഉണ്ടാകുമെങ്കിലും അതിനെയൊക്കെ ഇവർ തട്ടി നീക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും. ചെലവ് കുറച്ച് വർദ്ധിക്കുന്നൊരു അവസ്ഥ ഇവർക്ക് കാണുന്നുണ്ട്. ചിങ്ങത്തിലെ ശത്രുക്കൾക്ക് നാശം ഉണ്ടാവുക, ദുഃഖ നിവാരണം എന്നീ ഗുണഫലങ്ങൾ ഉണ്ടാവുമെങ്കിലും ഭാര്യാപുത്രന്മാരോട് ചെറിയ കലഹത ഉണ്ടാകുന്നതൊക്കെ ശ്രദ്ധിക്കുക. കന്യമാസത്തില് മാനനഷ്ടം, ധനനാശം, ജലം, രക്തസംബന്ധമായ അസുഖങ്ങൾ, ജനവിരോധം ഇവയൊക്കെ ആദ്യം ഉണ്ടാവുമെങ്കിലും പിന്നീട് അവൻ്റെ അസ്ഥിരത തെളിയുന്നതായിരിക്കും. തുലാമാസ സർക്കാരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള അവസ്ഥ, രോഗശമനം ഇവയൊക്കെ ഉണ്ടാവും. വൃശ്ചികമാസത്തിൽ പരാജയത്തിൽ നിന്നും ആരെങ്കിലും ഒരാൾ കൈപിടിച്ച് നമ്മളെ ഉയർത്തുന്ന അവസ്ഥ, ധനപുഷ്ടി ഉണ്ടാവുക, വസ്ത്രലാഭം ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ പറയാവുന്നതാണ്. വൃശ്ചികമാസത്തിൽ നമുക്ക് ജോലിയിൽ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും നമുക്ക് ഉദ്ദേശ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റവും സ്ഥാനക്കയറ്റവും ഒക്കെ കിട്ടാം. പ്രൈവറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ജോലി മാറിക്കയറാൻ അനുകൂലമായ സമയമായിട്ട് പറയാം. മകരമാസത്തിൽ സ്ഥാന ബഹുമാനാദികളും വിഭവ സമൃദ്ധിയും രോഗശമനവും ഒക്കെ പറയാവുന്നൊരു ഗുണം തന്നെയാണ്. നമുക്ക് കുംഭമാസം വരുമ്പോഴത്തേക്കും പ്രയോജനമില്ലാത്ത യാത്രകളൊക്കെ ഒഴിവാക്കുന്ന അവസ്ഥ, രോഗത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഒക്കെ ഒഴിവാകുന്ന അവസ്ഥ, ശുഭ സമ്മിശ്രമായിട്ടൊരു മാസമായിട്ട് പറയാവുന്നതാണ്. കുംഭമാസത്തിൽ കുറച്ച് അരച്ചിലുകളൊക്കെ ഉണ്ടാകും. മീനമാസത്തിൽ അതിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. മീനത്തിൽ അവനവൻ്റെ സമയമനുസരിച്ച് പങ്കാളിക്ക് ഗുണകരമായിട്ട് പറയാം. ധനനാശങ്ങൾ പങ്കാളിയുടെ ബുദ്ധി കൊണ്ട് ഒഴിവാകുന്ന അവസ്ഥകൾ പറയാം. ദ്രവ്യലാഭം, സ്വത്ത് ലാഭം ഇവയൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ പറയുന്നുണ്ട്. മേടമാസം വരുമ്പോഴത്തേക്ക് നമുക്ക് ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടുന്നൊരവസ്ഥ പറയുന്നുണ്ട്. അകാരണമായിട്ടുള്ള ചിന്ത, അകാരണമായ ഭയം ഇവയൊക്കെ ഒഴിവാക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. നമുക്ക് ഇടവമാസം വരുമ്പോഴത്തേക്കും ശത്രുക്കളുമായിട്ട് വാക്കുതർക്കങ്ങൾ അല്ലെങ്കിൽ സമന്മാരുമായിട്ട് വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒഴിവാക്കുക. അതുപോലെ സന്തോഷകരമായിട്ടുള്ള യാത്രകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള അവസ്ഥ നമുക്ക് ഇടവമാസത്തിൽ കാണുന്നുണ്ട്. മിഥുനമാസത്തിൽ നമുക്ക് വിജയപ്രാപ്തിയൊക്കെ ഉണ്ടാവുമെങ്കിലും നമുക്ക് പ്രേമത്തിൽ ചെറിയ പരാജയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കർക്കിടക മാസത്തിൽ പുത്രന്മാരിൽ നിന്നും ഉള്ള ദുഃഖങ്ങളൊക്കെ ഒഴിവാവാൻ, സ്ഥാനപ്രാപ്തി, അതുപോലെ ആനന്ദം, വിജയം, നല്ല എന്തെങ്കിലുമൊക്കെ ശേഖരണങ്ങൾ, ധനം അല്ലെങ്കിൽ സ്വത്തുക്കൾ ശേഖരിക്കാനുള്ള അവസ്ഥകളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് 12 കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്, അതായത് 12 കൂറിൽപ്പെട്ട 27 നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ശുഭഫലങ്ങൾ വർദ്ധിക്കുന്നതിനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. ദോഷഫലങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനായിട്ട് നമുക്ക് ആദ്യം കുടുംബപരദേവത, ദേശദേവതാ പ്രീതി നമുക്ക് ആദ്യം വരുത്തേണ്ട ആവശ്യകതയുണ്ട്. ഒരു ക്ഷേത്രത്തെ നമ്മൾ ദർശനം നടത്തുമ്പോൾ വിളക്ക്, മാല, നിവേദ്യം ഈ 3 കാര്യങ്ങൾ ചെയ്തെങ്കിലേ ആ ഒരു ദർശനം പൂർത്തിയാവുകയുള്ളൂ. ആദ്യം കുടുംബക്ഷേത്രത്തിൽ ചെന്നിട്ട് ദേശത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലും ചെന്നിട്ട് നമുക്ക് വിളക്കിലൊഴിക്കാൻ എണ്ണയോ നെയ്യോ വാങ്ങിച്ചു കൊടുക്കുക. ഹാരം, അതായത് മാല, ഉടയാട മുതലായ എന്തെങ്കിലും വസ്തുക്കൾ കൊടുക്കുക. നിവേദ്യം, പായസം, പൽപ്പായസമുള്ള നിവേദ്യം, മധുരം മുതലായ നിവേദ്യങ്ങൾ എന്തെങ്കിലും സമർപ്പിക്കുക. എന്നിട്ട് നമുക്ക് എല്ലാവരുടെയും പേരിൽ കുടുംബ അർച്ചന നമുക്ക്
സർപ്പക്ഷേത്രത്തിലും ദേശത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലും നടത്തണം. അതുപോലെ വ്യാഴം നമുക്ക് പ്രതികൂല സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് മഹാവിഷ്ണു ഭജനം, വ്യാഴാഴ്ച വ്രതം, വിഷ്ണു സഹസ്രനാമ ജപം, ഭാഗവത പാരായണം നമുക്ക് മാസത്തിൽ ഒരു ദിവസം വീട്ടിൽ ചെയ്യുന്നത് നന്നായിരിക്കും. നിത്യം ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ല. നിത്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം നമുക്ക് വായിക്കാൻ അറിയത്തില്ലെങ്കിൽ ഒരാളെ വിളിച്ച് വീട്ടിൽ വെച്ച് വായന നടത്തുന്നത് നന്നായിരിക്കും. പിന്നെ നമുക്ക് ശനിദോഷമുള്ളവർ ശാസ്ത്രഭജനം നടത്തുന്നത്, അതുപോലെ ശാസ്താവിനെ ഭജിക്കുന്നത്, ശനിയാഴ്ച കറുപ്പ് വസ്ത്രം ധരിക്കുന്നത്, എള്ളിട്ട ചോറ് കാക്കയ്ക്ക് കൊടുത്ത് ശനിദേവനെ പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും. അതുപോലെ മഹാലക്ഷ്മി പ്രീതിക്കായിട്ട് കനകധാര സ്തോത്രം ജപിക്കുന്നത് മാസത്തിൽ ആദ്യത്തെയോ അല്ലെ അവസാനത്തെയോ വെള്ളിയാഴ്ച ദിവസം നമുക്ക് മഹാലക്ഷ്മി ഭജനം ഒരിക്കലും അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. രാഹുദോഷമുള്ള ആൾക്കാർ ഉണ്ട്. ഇതിനകത്ത് സർപ്പദേവതാ ഭജനം നടത്തുന്നത്, സർപ്പങ്ങളെ കീർത്തനങ്ങളൊക്കെ ജപിക്കുന്നത്, മാസത്തിൽ ഒരു ദിവസമെങ്കിലും സർപ്പക്ഷേത്രത്തിൽ പോയിട്ട് പാലമ്പുഴ നിവേദ്യം, സർപ്പസൂക്താർച്ച മുതലായ കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. കാര്യതടസ്സങ്ങൾ നേരിടുന്ന കുറച്ച് അവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ട്. വെണ്ണ ചാർത്തി ഭഗവാന് അവൽ നിവേദ്യം നടത്തി വെറ്റില മാല ചാർത്തി പ്രാർത്ഥിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. അതുപോലെ നമുക്ക് മഹാദേവനെ പ്രീതിപ്പെടുത്തേണ്ട അവസ്ഥ നമുക്ക് കർക്കിടക മാസം പൊതുവെ എല്ലാ സർക്കാരും ചെയ്യുന്നത് നന്നായിരിക്കും. മഹാദേവന് ജലധാര, കൂളമാല, വെള്ളനിവേദ്യം, അതുപോലെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഇവയൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു തരത്തിലുള്ള നല്ല ദുഃഖങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും. നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.